السلام عليكم ورحمة الله وبركاته. الحمد لله وحده الصلاة والسلام على من لا نبي بعده. ഈ പുഴ കടന്നാൽ നാം എത്തിച്ചേരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചാത്തന്തറ എന്ന പ്രദേശത്തിനടുത്തുള്ള കുറുമ്പംപുഴി എന്ന ഗ്രാമത്തിലാണ്. 300 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു ആദിവാസി ഗ്രാമം രൂപപ്പെടുന്നത്. കാടിന്റെ നന്മയും പെരുമയുമെല്ലാം അവകാശപ്പെടുവാനുള്ള ഈ ആദിവാസി കുടുംബങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് അവരിൽ നിന്ന് 20ഓളം കുടുംബങ്ങൾ അവരുടെ വിശ്വാസാചാരങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് സൃഷ്ടാവിന്റെ ഏകത്വം അംഗീകരിച്ച് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. സൃഷ്ടാവിന്റെ മതം സ്വീകരിച്ചുകൊണ്ട് അവർ ഈ ഗ്രാമം വിട്ട് മറ്റെങ്ങും പോയില്ല. ഇസ്ലാം സ്വീകരിക്കാത്ത അവരുടെ ബന്ധുമിത്രാദികളുടെ കൂടെ അവരിന്നും കഴിയുന്നു. മൈ ഫെയ്ത്ത് മൈ റൈറ്റ് എന്ന വീഡിയോ സെഷന്റെ ഈ ഒരു എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത് കുറുമ്പൻമൊഴിയിലെ ഗ്രാമനിവാസികളെയാണ്. നമുക്ക് അവരെ ഒന്ന് അടുത്തറിയാൻ ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലാം. കുറുമ്പൻമൊഴി ഗ്രാമത്തിലെ ഷംസുദ്ദീൻ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഗ്രാമത്തിലെ 20ഓളം കുടുംബങ്ങളുടെ ഇസ്ലാം സ്വീകരണത്തിന്റെ തുടക്കം ഇദ്ദേഹത്തിലൂടെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറുമ്പൻമൊഴി എന്ന ഗ്രാമത്തിന്റെ ചരിത്രം ഒന്ന് പറയാമോ? ഇത് 4 വശവും വനപ്രദേശമാണ്. ഈ ഗ്രാമത്തിനകത്ത് 1865 ഇവിടെ മനുഷ്യവാസം തുടങ്ങിയതായിട്ട് പൂർവികരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് തികച്ചും ആദിവാസികളാണ്. ഉൾക്കാടർ എന്നാണ് വിളിക്കുന്നത്. ഉൾക്കാട്ടിൽ ജനിച്ചു വളർന്നവരാണ് അവരെ അറിയപ്പെടുന്നത്. ഇവിടെ കുറുമ്പൻ, നീലി, കുറുമ്പനും നീലിയും 2 മക്കളും ആയിട്ട് ഇവിടെ ഒരു മരത്തിന്റെ മുകളിലും മരച്ചുവട്ടിലുമായിട്ട് താമസിച്ചതായിട്ട് പൂർവികരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളും ഓരോ മരങ്ങളിൽ താമസിക്കുക, ഓരോ മരച്ചുവടുകളിൽ താമസിക്കുക, സ്ഥിരമായി ഒരിടത്തും താമസിക്കാറില്ല. ഇതാണ് ഇവരുടെ ഒരു സ്വഭാവവിശേഷം. ഇന്നും ചില ആദിവാസി ഗോത്രങ്ങൾ അങ്ങനെയാണ്. എന്നാൽ ഈ രാജഭരണമൊക്കെ പോയി ജനകീയഭരണം വന്നതിന് ശേഷം ഈ കോളനിവാസികളെ, ഈ ഉൾക്കാടരെ ഒരു സെറ്റിൽമെന്റ് ആയിട്ട് സർക്കാർ ഒരു കോളനിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് കുറുമ്പൻമൂഴി എന്ന് പറയാൻ കാരണം ഇവിടുത്തെ ആദ്യം ഇവിടെ വന്ന് താമസിച്ച കുറുമ്പന്റെ നാമത്തോടു കൂടിയാണ് കുറുമ്പൻമൂഴി എന്ന് വന്നത്. ഇപ്പോഴും കുറുമ്പൻമൂഴി തന്നെയാണ് പറയുക. ഈ പരമ്പര വളർന്ന് ഇപ്പം 110 കുടുംബങ്ങളുണ്ട്. ഈ 20ഓളം കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ തുടക്കം ഷംസുക്കയിൽ നിന്നാണ്, നിങ്ങളിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ കടന്നു വരാനുള്ള കാരണം, ഈ കോളനി എന്നല്ല പറയുന്ന ഊരെന്നാ പറയുക, ആദിവാസി സങ്കേത ഊരെന്നാ പറയുന്നത്, ഈ കുരുമ്പൻമൂഴി ഊരെന്നാ പറയുക. ഈ ഊരില് ഇവിടുത്തെ ആൾക്കാരും പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാറില്ല. കാട്ടിലേക്ക് മാത്രമാണ് ഇവരുടെ പോക്ക്. പുറം ലോകമായിട്ട് ബന്ധപ്പെടുന്ന ആർക്കും താല്പര്യമില്ല. ആ കാലഘട്ടത്തിലൊക്കെ, മുൻ കാലഘട്ടങ്ങളിൽ ഈ കോളനിയിൽ നിന്ന് ആദ്യമായിട്ട് പുറം ലോകത്ത് പോയ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയ ആൾ ഞാനാണ്. വേറെ ആരും പോയിട്ടില്ല. എന്തോ എന്റെ മാതാപിതാക്കൾ അങ്ങനെ തോന്നി എന്നെ സ്കൂളിൽ വിട്ട് ഞാനത് 6ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം അന്ന് ഈ കോളനിയൊക്കെ നിയന്ത്രിക്കുന്നത് വനം വകുപ്പാണ്. അപ്പൊ ഇവിടെ ഒരു മൂപ്പനുണ്ടാവും, ഊരുമൂപ്പനുണ്ടാവും. അതെന്റെ ഉമ്മായുടെ അമ്മാവനാണ് ഊരുമൂപ്പൻ. ഞങ്ങളുടെ പരമ്പര ഊരുമൂപ്പ കുടുംബമാണ്. ഇപ്പൊ കുറുമ്പനെന്ന് പറയുന്നത് ഞങ്ങളുടെ വലിയ അപ്പൂപ്പനാ. ഇപ്പൊ ഈ സ്കൂൾ വിദ്യാഭ്യാസം അത്രയും ചെയ്തതിന് ശേഷം വനം വകുപ്പ് ഇവിടെ ഒരു കുരുമ്പൻമൊഴി ഊരിലെ ഒരു പൊതു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരാളെ തെരഞ്ഞെടുത്ത് അയാൾക്കൊരു പദവി കൊടുത്ത് കോളനി സെക്രട്ടറി പ്രസിഡന്റുമായിട്ട് 2 പേരെ തെരഞ്ഞെടുത്ത്. അന്ന് വിദ്യാഭ്യാസമുള്ള, എഴുതാനും വായിക്കാനും അറിയാവുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് എന്നെ കോളനി സെക്രട്ടറി ആക്കി. ഞാൻ ആ പദവിയിൽ 25 വർഷം ആ പദവിയിലിരുന്നു.
പുറം ലോകത്ത് പോവുക, മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, അങ്ങനെ ഒരു പുറം ലോകമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. നമ്മുടെ ഈ പമ്പാ നദി കടന്നു വരാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാളത്തടി, ചെങ്ങാടം, പാലം, വള്ളമൊന്നുമില്ല. ഇങ്ങോട്ട് കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഈ പുറം ലോകത്തൊക്കെ പോയി കഴിയുമ്പോൾ പല മേഖലകളിലും ബന്ധപ്പെട്ടപ്പോൾ മറ്റുള്ള മനുഷ്യരുടെ ജീവിതം, അവരുടെ വസ്ത്രധാരണം, അവരുടെ ആഹാരം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നമുക്കെന്തല്ല ഇതെല്ലാം നിഷേധിക്കപ്പെടുന്നത്, നമ്മളെ എന്തുകൊണ്ട് ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വയം തോന്നി തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് വിശ്വാസപരമായി ആചരിക്കുന്നതും വിശ്വസിക്കുന്നതും ഞങ്ങളുടെ ആരാധനാമൂർത്തികൾ മരണപ്പെട്ടു പോയ പൂർവികന്മാര്, പിന്നെ മലകള്, മരം, പക്ഷി, മൃഗങ്ങള്, പാമ്പ്, മാടൻ, മറുത, ചാത്താൻ, ഇങ്ങനെയുള്ള ദൈവങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ച് വന്നിരുന്നത്. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മാവൻ്റെ കൂടെ ഈ അമ്പലത്തിലെ പൂജകളൊക്കെ ചെയ്ത് ഞാൻ പഠിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് ഒരു തോന്നലുണ്ടായി. ഈ പുറലോകമായിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ് തോന്നലുണ്ടായത്. പുറത്തുള്ള ദൈവാരാധനയിൽ മറ്റുള്ളവരുടെ ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പൂജാ വസ്തുക്കൾ, പാല്, പഴം, നിവേദ്യങ്ങൾ, പൂവ്, പുഷ്പം, ഇതൊക്കെയാണ്. ഞങ്ങളുടെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾക്ക് കിട്ടുന്നത് മദ്യം, ഇറച്ചി ചൂട്ടത്, മീൻ ചൂട്ടത്, കഞ്ചാവ്, ഇതൊക്കെയാണ്. ഇവിടെ ഒരു വലിയൊരു വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ദൈവങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നലുണ്ടായി. ഒന്നത്. രണ്ടാമത് 1980, 85 കാലഘട്ടത്തിൽ ഞാൻ ഇവിടുന്ന് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുത്ത്. ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എനിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനമാനങ്ങൾ നിഷേധിക്കപ്പെട്ടു. എൻ്റെ ജോലി അവിടെ മറ്റുള്ള മെമ്പർമാർക്കും പ്രസിഡന്റുമാർക്കും ചായ വാങ്ങുക, വീടി വാങ്ങുക, മുറുക്കാൻ വാങ്ങുക, ഇരിക്കാനൊരു കസേര പോലും എനിക്കില്ലാത്തൊരവസ്ഥ ഉണ്ടായി. അതായത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയില് ചെറുപ്പം ഞാനാണ് ഉള്ളത്. അന്ന് എനിക്ക് വയസ്സ് 30 വയസ്സൊക്കെ ഉള്ളൂ. ചെറുപ്പം ഞാനാണ്, മറ്റുള്ളവരൊക്കെ പ്രായമുള്ളവരാണ്. ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ച് ഞാൻ ചെറുപ്പമായതുകൊണ്ട് 2 നിലയുടെ മണ്ടയിൽ നിന്ന് ഇറങ്ങി എന്നെ ഉപയോഗിച്ചാണ് വിചാരിച്ചത്. പക്ഷെ 2-3 കമ്മിറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല സംഭവം. എനിക്കൊരു കസേര കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഒരു മെമ്പറാകാനുള്ള യോഗ്യതയൊന്നും ഇവിടുത്തെ ആദിവാസികൾക്ക് പറഞ്ഞിട്ടില്ല. ഇവര് സമൂഹത്തിൽ കൊള്ളരുതാത്തൊരു, സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു ഒരു വിഭാഗമാണെന്നാണ് ചിലരുടെയൊക്കെ ഉള്ളിലിരിപ്പ്. അത് പല അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറയാറുണ്ട്. ഇപ്പൊ എനിക്കൊരു 4 കമ്മിറ്റിക്കൊക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ 5ാമത്തെ കമ്മിറ്റിക്ക് ഒരു രാജിക്കത്ത് എഴുതിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ അന്ന് കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ രാവിലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കയറി ചെല്ലുകയും പ്രസിഡന്റിന്റെ കസേര കയറി ഞാൻ ഇരുന്നു. കാരണം നമ്മൾ അവിടുത്തെ യാത്ര പറയാൻ പോക്കറ്റ് കത്തുണ്ട്. അപ്പം മറ്റുള്ള മെമ്പർമാരൊക്കെ പറഞ്ഞ് ആ സ്വാമിനെ അഞ്ഞിട്ട് മാറിയിരിക്കുക, എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ സീറ്റ് ഇതാണെന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമായി. പ്രസിഡന്റ് കയറി വന്ന് അപ്പം ഞാൻ അവരോട് ചോദിച്ച്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ ഇവിടുത്തെ ഒരു പിയൂണിന്റെ ജോലി ഏൽപ്പിച്ചത്? ഞാനും നിങ്ങളെപ്പോഴും മെമ്പറല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നത്? അത് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, ഞാനൊരു കാട്ടുജാതിക്കാരനാണെന്നുള്ള കാഴ്ചപ്പാട് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല, ഞാൻ ഇനി കമ്മിറ്റിക്കില്ല, ഇതാ രാജിക്കത്തത്ത് പ്രസിഡന്റ് കൊടുത്ത് ഞാൻ തിരിഞ്ഞു പോരുവാണ്. വീട്ടിൽ വന്ന് എന്റെ വാപ്പായോടും ഉമ്മായോടും അന്നത്തെ അറിവിന്റെ കുറവാണ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഈ ജാതി പറഞ്ഞത്? നിങ്ങൾക്കൊരു ഈഴവനെങ്കിലും ആയിക്കൂടായിരുന്നു. എന്തിനാണ് വേദനിച്ചത്? പേരില്ല, ഷോക്കിലാണ്. അവർക്കെന്ത് പറയാൻ കഴിയും? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലേ. അപ്പൊ ഈ ജാതിയിൽ നിന്നുള്ള മോചനം
ഞാൻ ഉൾപ്പെട്ട ഈ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള മോചന മാർഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് എവിടെ എനിക്ക് മോചനം കിട്ടും, ഒരു മനുഷ്യനാണുള്ള മോചനം എവിടെ കിട്ടും. അപ്പം പല സാഹചര്യങ്ങളിലുണ്ടായ ഒറ്റപ്പെടുത്തൽ, അവഹേളന എന്റെ കുട്ടികൾക്കുണ്ടാകാത്ത ഒരു മാർഗം എന്തുണ്ടാവും. ഇതാണ് എന്റെ ചിന്തകൾ പോയത്. ഇപ്പൊ ജാതി എവിടുന്നാണ് ഉണ്ടായത്, ഇതാണ് എന്റെ പഠന വിഷയമാക്കിയെടുത്തത്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അതായിരുന്നു എവിടുന്നാണ് ജാതി ഉണ്ടായത്, ഇതിൽ നിന്ന് എങ്ങനെ മോചനം ഉണ്ടാകും. അങ്ങനെ പല പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും പലരോട് ചോദിക്കുകയും പറയുകയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം എനിക്ക് ബോധ്യം വന്നത്. ജാതി എന്ന് പറയുന്ന ഒന്നില്ല, അത് മനുഷ്യ നിർമ്മിതമാണ്. ദൈവം ജാതികളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യം വന്നു. ചുരുക്കി പറഞ്ഞാല് എന്റെ ജാതി എന്നുള്ള മോചന അന്വേഷണം ദൈവത്തിലേക്ക് നീണ്ടുപോയി, കളം മാറിപ്പോയി. അവിടെയാണ് എനിക്ക് പറ്റിയ ഒരു ഒരു റൂട്ട്. അങ്ങനെ ആയിരുന്നപ്പോൾ ഞങ്ങളിപ്പോ ഞാനും എന്റെ സമൂഹവും എന്റെ പൂർവികരും ആരാധിച്ചു വരുന്ന ആരാധന മൂർത്തികൾ, ഈ ദൈവങ്ങൾ തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം ഒരു പഠനം നടത്തി. ഇപ്പൊ ഞങ്ങളുടെ ഈ സമൂഹത്തിന്റെ ഇടയ്ക്ക് മരണപ്പെട്ടാല്, ജനിച്ചാല്, വിവാഹം, രോഗം വന്നാല് ഇതിലൊന്നും ചികിത്സ തേടാറില്ല. ഇതിനെല്ലാം ആദിവാസി ഒരു മൂപ്പന് അല്ലെങ്കിൽ അമ്പലത്തിലെ സ്വാമികള്, പടയനി, തീർപ്പ് കടത്തിയാൽ അത് എന്നെ ഇല്ലാതാക്കുകയാണ്. ഏത് രോഗം വന്നാലും നേർച്ചകള്, അതിന് ഞങ്ങളുടെ ആരാധനാമൂർത്തികൾക്ക് പിന്നെ എന്തെങ്കിലും നിവേദ്യങ്ങൾ എന്താ, കൂടുതൽ കള്ള്, കൂടുതൽ കരിക്ക്. ജീവിച്ചിരിക്കുന്നവരാണോ ആരാധനാമൂർത്തികളായിട്ട് കൊണ്ടു നടന്നിരുന്നത്? ജീവിച്ചിരിക്കുന്ന വ്യക്തികളെയാണോ? മരിച്ചുപോയവരെ പിന്നെ മാറനെന്നും മർദ്ദാനെന്നും പറയുന്ന അരൂപിയെ കാണാനില്ല. പിന്നെ മലയെന്ന് വിളിക്കുന്നതിന് അത് ഏത് മലയൊക്കെ 99 മലയാണ് വിളിക്കുക. ഇങ്ങനെയൊക്കെയാണ് ആരാധന. അപ്പോൾ ഈ നേർച്ച ചെയ്യുന്ന വസ്തുക്കൾ എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? അത് അമ്പലത്തിന്റെ മുറ്റത്ത്, അല്ല ഞങ്ങളുടെ ആരാധന പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാ ക്ഷേത്രമൊക്കെ. അതിന്റെ മുറ്റത്ത് വെച്ച് ഈ പടയനി കരിക്കൊക്കെ അടിച്ച്, ഇപ്പോൾ ഒരാൾക്കൊരു രോഗം വന്നാൽ കരിക്കൊക്കെ അടിച്ച് അത് തീർത്ത് കളയാണ്. ഇതാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ്. മദ്യം നിർബന്ധമാണ്. മദ്യമില്ലാതെ ഞങ്ങളുടെ ഒരു ദൈവങ്ങളും പ്രസാദിക്കപ്പെടുകയില്ല. മദ്യം നിർബന്ധമാണ്. അത് പ്രസവിച്ചാൽ മദ്യം, വിവാഹത്തിന് മദ്യം, അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴും ഈ സമൂഹത്തിലേക്കുണ്ട്. ഈ മദ്യം ദൈവത്തിന് വെച്ച് കൊടുക്കുമ്പോ ഇത് അവർ സേവിക്കും എന്നതാണോ വിശ്വാസം? അതെ, അത് അവിടെ വെച്ച് ഒരു ഗ്ലാസ്സിലോ കുപ്പിയിലോ അവിടെ വെച്ച് കഴിഞ്ഞാല് പിന്നെ ആ ദൈവങ്ങളെയൊക്കെ വിളിച്ച് അവർക്ക് ഈ നിവേദ്യങ്ങളെ കൊടുത്താൽ അവർ കഴിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആ പൂജാരി എടുത്ത് അത് കഴിക്കും. ഞാനും കഴിച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കുക. അതിന് ശേഷം ഞാനത് കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ അപ്പൊ എന്റെ അമ്മാവന്റെ കൂടെ നടന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു ഊരുമൂപ്പന്റെ ഭാഗത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പൂജാരിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. ഈ ജാതീയത നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചു ഇതിൽ നിന്നൊരു മോചനം വേണം, ഒരു മോചനം വേണമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് മാത്രമല്ല, എന്റെ ഗ്രാമത്തിലെ മൊത്തം ജനങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായി? ഇല്ല, അത് എനിക്ക് അങ്ങനെ ആദ്യം എനിക്ക് രക്ഷപ്പെടണം, എന്റെ കുട്ടികളെ രക്ഷപ്പെടുത്തണം, അതായിരുന്നു എന്റെ ചിന്ത. എനിക്ക് എന്താ സർക്കാർ കുറെ ആനുകൂല്യങ്ങൾ കൊടുക്കുക, എന്നിട്ട് എന്താ ഇത് പട്ടിക്കും പന്നിക്കും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം തെരഞ്ഞു കൊടുക്കും. ഇവിടെ ഒരിക്കലും മോചനമില്ല. ഒരു മോചനമാർക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാനോ, മറ്റുള്ളവരുടെ ഒപ്പം ഇരിക്കാനോ, എന്താ മറ്റൊരു വീട്ടിൽ കയറ്റി ഇരുത്താനോ. എന്റെ അനുഭവത്തിൽ ഞാൻ ഈ ഗിരിജൻ സർവീസ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ തന്നെ അപ്പൊ ഈ ജനങ്ങളെ പിന്തുണയുള്ളതുകൊണ്ട് എനിക്ക് അധികാരങ്ങൾ കൈവരാറുണ്ട്. ഈ ഗിരിജൻ സർവീസ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് സെക്രട്ടറിയുടെ വീട്ടിൽ ഒരിക്കലും എന്നെ വിളിച്ചോണ്ട് പോയി. അവിടെ നിന്ന് ഞങ്ങൾ കാപ്പി കഴിച്ച്. അതൊരു ക്രിസ്ത്യാനിയാണ്. കാപ്പി കഴിച്ചപ്പോൾ അപ്പവും കടലക്കറി ഇടുന്നത്. ഞങ്ങൾ സെക്രട്ടറി ക്രിസ്ത്യാനിയാണ്, ഞാൻ പ്രസിഡന്റാണ്. കഴിച്ചോണ്ടിരുന്നപ്പോൾ കഴിച്ചതിന് ശേഷം ഇവരുടെ സെക്രട്ടറി ഉമ്മ കയറി വന്നപ്പോൾ ഈ രംഗം കണ്ട് അവർക്ക് സഹിച്ചില്ല. ഇവര് അടുക്കളയിൽ പോയി അവിടെ മരുമോളെ ഒത്തിരി വഴക്ക് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞ് ഈ ഭക്ഷണം കഴിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തിനായിരുന്നു അവർ അത്തരം വഴക്ക് പറഞ്ഞത്? വഴക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹീനജാതിക്കാരനെ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റി ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് ആ
അവരുടെ പ്രായത്തിന്റെയോ അല്ല എന്തോ ആയിരിക്കും, അവർക്കത് സഹിച്ചില്ല. ഞാൻ ആ പാത്രം എടുത്തോണ്ട് പുറത്തു പോയി കഴുകി വൃത്തിയാക്കി അമ്മേശ്വരം കൊണ്ട് വെച്ച്. ഇതൊക്കെ എന്റെ മനസ്സിനെ അങ്ങ് എന്റെ ഹൃദയം പടപടാടിക്കുകയാണ്. കാരണം ഞാനപ്പോ എന്നോട് കണ്ണാടി ഞാൻ നോക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. എനിക്ക് എന്റെ മുഖത്തിന് എന്തെങ്കിലും മൃഗത്തിന്റെയോ വല്ല രൂപമുണ്ടോ, ഏത് മൃഗത്തിന്റെ വല്ല എന്താ, എനിക്ക് വസ്ത്രത്തിൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പം വസ്ത്രമൊക്കെ വളരെ ചുരുക്കമാണ്, നല്ല വസ്ത്രമൊക്കെ പൈസയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ പല അനുഭവങ്ങളിൽ നിന്നാണ്, മനുഷ്യനെ മനുഷ്യനായി തന്നെ പരിഗണിക്കാത്ത ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ മോചന മാർഗത്തെ കുറിച്ച് ചിന്തിച്ചത്. ആ ചിന്ത എങ്ങനെ ഇസ്ലാമിലേക്ക് നിങ്ങൾ എത്തിച്ചു? അവിടത്തേക്കാണ് വരുന്നത്. അതോടൊപ്പം എന്റെ മകള് സ്കൂളിൽ പഠിക്കുമ്പോ, എനിക്കൊരു പെൺമകളാണുള്ളത്, സ്കൂളിൽ പഠിക്കുമ്പോ അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആ മകളെ കണ്ടാൽ ഒരു വസ്ത്രധാരണത്തിലും രൂപം കൊണ്ടും നിറം കൊണ്ടും ഒന്നും ഒരു ആദിവാസിയാണെന്ന് പറയില്ല. ആ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റുള്ള ജാതിയിൽപ്പെട്ട കുട്ടികളുമായിട്ടൊക്കെ വളരെ സ്നേഹിച്ച് പിന്നെ സഹകരിച്ച് ഒന്നിച്ച് ഉച്ചയൂണിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറികളൊക്കെ കൈമാറി കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ, എന്റെ ഈ അന്വേഷണം നടന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ടീച്ചർ സ്കൂളിൽ വന്ന് പറഞ്ഞ് ടൈഫൻഡുള്ള ആദിവാസി കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റപ്പോ എന്റെ മോൾ എഴുന്നേറ്റ് അന്ന് ഉണ്ണാൻ പോയി കഴിഞ്ഞപ്പം ഇവക്ക് ഉണ്ണാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കൂട്ടുകൂടിയ കുട്ടികൾ മുഴുവൻ അവളോട് വിട്ടുപോയി. അവൾ ഒറ്റയ്ക്കിരുന്ന് ചോറ് കുറച്ചുകൊണ്ടിട്ട് ബാക്കി മടക്കി ഇവിടെ കരഞ്ഞുകൊണ്ട് വന്നു എന്റെ വീട്ടിൽ. അത് ഈ അടുത്ത കാലം അധികം ദൂരമൊന്നുമല്ല, വിദൂരമല്ല. അപ്പോൾ ആ സ്കൂൾ കുട്ടികളുടെ മനസ്സുകളിൽ പോലും അതിന്റെ സ്വാധീനം ഉണ്ട്. അതെ, അതാണ് ഈ സ്കൂൾ കുട്ടി ഉണ്ട്. അപ്പൊ ആ കുട്ടി കരഞ്ഞുകൊണ്ട് വന്നപ്പോ ഞാൻ ചിന്താ മോളെ കരയുന്നേ. അന്ന് 350 രൂപ ടൈഫൻഡ് കിട്ടുന്നേ. ചാച്ച അന്നേരം ചാച്ചനാ വിളിക്കുന്നത് ഞങ്ങളുടെ. ഈ 350 രൂപയ്ക്ക് വേണ്ടിയാണ് ചാച്ച എന്നെ കൊണ്ട് ഈ ആദിവാസിയായിട്ട് ചേർത്തത് ചോദിച്ചു. എന്താ മോളെ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എന്താ, എന്റെ കൂട്ടുകാരെല്ലാം എന്നോട് പിണങ്ങി. എന്തിന്റെ പേരില്ല? ആ സാറ് ഇങ്ങനെ പറഞ്ഞ് ടൈഫൻഡുള്ള ആദിവാസി കുട്ടികൾ എഴുന്നേക്കാം, ഞാൻ എഴുന്നേറ്റ്. അതുകൊണ്ട് മറ്റുള്ളവരെന്നോട് മിണ്ടുകല കൂടുകല. ഇത് ഈ എന്റെ ഈ അന്വേഷണവും എന്റെ ഈ കണ്ടലത്തിൽ നടക്കുന്ന കൂട്ടത്തിലാണ് ഈ ഇതിലൂടെ വീണ്ടും പ്രസിംഗായിട്ട് വരുന്നത്. ഇത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടുന്ന് എങ്ങനെ ഈ കാറ്റഗറിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്റെ മനസ്സ് ഉറപ്പിച്ച്. അങ്ങനെ ഞാന് നമ്മൾ വന്ന റൂട്ട് വിട്ടുപോയി. അപ്പൊ അമ്മാവൻ എന്നെ ഓരോ കാര്യങ്ങൾ, ഓരോ മന്ത്രങ്ങൾ, ഓരോ രോഗത്തിന് ചികിത്സിക്കുന്നത് ഒക്കെ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആചാരങ്ങൾ ഞാനുള്ളത് ഒരിക്കലേ മനസ്സുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും വെറുപ്പ് തോന്നി തുടങ്ങി. വെറുപ്പര സംശയം തോന്നി. ആദ്യമായിട്ടുണ്ടായത് സംശയങ്ങളാണ്. ഒരിക്കൽ ഞാനിതൊരു പരീക്ഷണം നടത്തി. ഞങ്ങളുടെ അടുത്തൊരു കോളനിയിലെ ഒരു വീട്ടിലെ ഒരു 14 വയസ്സുള്ള പെണ്ണ്. ഈ പെണ്ണിന് എന്തോ അസുഖമായിട്ട് ഇത് കുനിഞ്ഞിരിക്കുക, ആരോടും മിണ്ടത്തില്ല. അപ്പൊ ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ വന്ന് എന്റെ അമ്മാവനെ വിളിക്കുന്ന സ്വാമിന്നാ. സ്വാമി വീട്ടിൽ വരെ വരണം. എന്താ, പെണ്ണിന് എന്തോ പ്രശ്നമാണോ, അസുഖമാണോ, വരണമെന്ന് പറഞ്ഞു, ഒരു തീർപ്പ് വെക്കണമെന്ന് പറഞ്ഞു. അമ്മാവൻ അന്ന് എന്നെ വിളിച്ച് പറഞ്ഞടാ ഇങ്ങോട്ട് പോകണം. അപ്പൊ ഞാനും എന്റെ ഒരു അസിസ്റ്റന്റും അമ്മാവനും കൂടി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ അവിടെ ചെന്നപ്പോഴേ സ്വാമിക്കുള്ള മദ്യം ആതിരിപ്പുണ്ട്. അത് ഓരോ ഗ്ലാസ് കഴിച്ച്. അപ്പൊ അമ്മാവന്റെ ഞങ്ങൾക്കൊരു ആചാരമുണ്ട്, അച്ഛനേക്കാൾ കൂടുതൽ അമ്മമാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അമ്മാവന്റെ കാണാൻ മദ്യമൊന്നും കഴിക്കാറില്ല. അപ്പൊ ഞാനും എന്റെ അസിസ്റ്റന്റും കൂടെ പോയി, ഞങ്ങളും പോയി പുറത്തെ വാലിൽ കൂടെ പോയി ഓരോ ഗ്ലാസ് കൊണ്ട് അടിച്ചിട്ട് സന്ധ്യയായപ്പോൾ പൂജാ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പൊ അമ്മ പല പടയണ്ണികളും പല നേർച്ച പിന്നെ തീർപ്പുകളും കൽപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ അന്നത്തെ സംഭവത്തില് ഈ പെണ്ണിന്റെ അസുഖം എന്താണെന്ന് അറിയില്ല. പെണ്ണിങ്ങനെ കുഞ്ഞു തന്നെ ഇരിക്കുക. 14 വയസ്സുള്ള കുട്ടിയാ. അപ്പൊ ഒരു 4 കരിക്ക് നിരത്തി വെച്ച് എല്ലാ പടയണിക്കുള്ള എല്ലാ സാധനങ്ങളും നിരത്തി വെച്ച് അമ്മാവൻ മല വിളിക്കുകയാണ്. മലയാണ് ആദ്യം വിളിക്കുന്നത്. തലപ്പാറ മല, ഉടുമ്പാറ മല, വട്ടകട്ടി, മൂർത്തി, മലദൈവങ്ങളെ വിളിക്കുകയാണ്. മല വിളിച്ച് ഇങ്ങനെ ഈ കുട്ടിയുടെ രോഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ കരിക്കും കൈപ്പിച്ച് പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുറെ അല്പമാണ് ഞാൻ എന്റെ അസിസ്റ്റന്റോട്ടിരിക്കുന്നത്. എനിക്ക് വെറുതെ ഒരു കുസൃതി തോന്നി. കുറെ മണ്ണ് അവിടെ കിടന്നത്, കുറെ മണൽ വാരി ഞാൻ ഈ പൂജാക്കളത്തിലേക്ക് എറിഞ്ഞു. അത് മദ്യമില്ലാത്ത കിടക്കുന്നത്. അപ്പൊ അമ്മാവനെ നിഷേധിച്ചു, എന്തോ അങ്ങനെ ചെയ്തു പോയി. അത് ചിലപ്പോ എന്റെ ഈ ഒരു പരീക്ഷണം കൂടി ആയിരുന്നു. ഇപ്പൊ ഈ മണല് ഈ പൂജാക്കളത്തിൽ ചെന്ന് വീഴുകയും
അമ്മാവന്റെ ദേഹത്ത് കൊണ്ടുപോയി ചെയ്തപ്പോഴത്തേക്ക് അമ്മാവൻ ആ പാടെ വയലന്റായി. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, നീ എന്നോട് കളിക്കാറായോ? അത്രയ്ക്ക് വലിയ വിശ്വാസമാണോ നീ? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? അങ്ങനെ അട്ടഹസിക്കാൻ തുടങ്ങി. അപ്പം എന്റെ ഉടനെ കൂട്ടുകാരൻ പറഞ്ഞ് നമ്മളാന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പം മറ്റെന്തോ ശക്തി അമ്മാവന്റെ പൂജയെ തകർക്കുകയാണെന്നാണ് ആ വിശ്വാസം. എന്റെ അടുത്ത് നിന്ന് കൂട്ടുകാരൻ ഒരു ഉണക്കക്കമ്പെടുത്ത് ഒറ്റയേറ് ഞാൻ ചെയ്തതിന്റെ പുറകെ. ഇതൊക്കെ ഒരു നിമിത്തമായിരുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. ഇത് എന്ന് പൂജാക്കളത്തിൽ വീഴുകയും അമ്മാവന്റെ കാര്യം കൊള്ളുകയും ചെയ്തു. ഈ സമയത്ത് അമ്മാവന് അട്ടഹസിച്ച് തുള്ളി അലറി ഭയങ്കര ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. അപ്പൊ ഞാൻ പേടിച്ചു പോയി. ഞാനും അയാൾ എന്റെ കൂട്ടുകാരൻ കൂടെ പേടിച്ചു ചെന്ന് സഭയിൽ ചെന്ന് കൈയും കൂപ്പി അടുത്ത് നിന്ന് ഞങ്ങളാ ചെയ്തത്. എന്നിട്ട് വീട്ടുകാരനെ വിളിച്ച് പറഞ്ഞ് ആ വീട്ടുകാരനോട് പറഞ്ഞ് ഇത് സാധാരണ പിശാചല്ല, ഇതിനെ ഒതുക്കണമെങ്കിൽ ഈ പൂജ പോരാ. അതുകൊണ്ട് ഞാൻ 3 ദിവസത്തേക്ക് അടക്കം വെക്കുകയാണ്. 3 ദിവസം കഴിയുമ്പോൾ ഇന്ന സാധനം ഒരു ലിസ്റ്റ്, കരിങ്കോഴി മുതൽ കാഞ്ഞാരത്തിന്റെ വേര് വരെ ഒരു ലിസ്റ്റ് പുള്ളി പറഞ്ഞ് തുള്ളിക്കൊണ്ടാ പറയുന്നത്. അടക്കം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതുവരെ ഒന്നും കുഴപ്പമില്ല, ഒരു അടക്കം വെക്കുക, ഒരു അവധി വെക്കുക. അപ്പൊ എതിരായിട്ട് വരുന്ന ശാസിനെ തൃപ്തിപ്പെടുത്താൻ അതിനുള്ള പൂജ വേണമല്ലോ. അതിന് കൂടുതൽ സാധനങ്ങൾ, കോഴി, കുളവി ഇതൊക്കെ വേണം. 7 ദിവസത്തേക്ക് അടക്കം വെക്കുക. അതുകൊണ്ട് ഇന്ന് ഈ പൂജയ്ക്ക് ആ ശാശി ഒതുങ്ങുകയാണെന്ന് പറഞ്ഞു. കാരണം എന്നോട് പോലും കളിച്ചാൽ കൊച്ചുവേല എന്നോട് പോലും ശാശി കളിച്ചിട്ട്. കാരണം ആദ്യം പൂജാ കളത്തിലേക്ക് ചെയ്തത്, ഇത് ഞങ്ങളാണ് ചെയ്തതല്ലേ. ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം ഒരു കരിക്ക് എടുത്ത് കരിക്കടിച്ച് പൊട്ടിക്കണം. കരിക്കടിച്ച് പൊട്ടിക്ക് ഈ വലിയ കല്ലിന്റെ എഡ്ജിലാണ് ഈ കരിക്ക് കൊള്ളുന്നത്. എഡ്ജേക്ക് വന്നുകൊണ്ട് കൃത്യമായിട്ട് കൊണ്ടുപോയില്ല, പൊട്ടിയില്ല. എഡ്ജേക്ക് കൊണ്ടുവന്നിട്ട് ഈ കരിക്ക് തെറിച്ച് ആ പെണ്ണിന്റെ അമ്മ ഇതെല്ലാം ഞങ്ങൾ വട്ടത്തിൽ നിൽക്കുകയാണല്ലോ, ഇതിന്റെ മുട്ടയെ പോയി ഇടിച്ച്. ഈ ഭയങ്കര കരിക്കായിരുന്നു. ഇത് തെറിച്ച് പോയ മുട്ടയിലിടിച്ച് അയ്യോ എന്റെ മുട്ടയും പറഞ്ഞ് ഇവർ താഴെ വീണു. ആകെപ്പാടെ പ്രശ്നമായി. അപ്പൊ അവരെ പിടിച്ച് അപ്പൊ പറഞ്ഞ അമ്മാവൻ പറഞ്ഞു ഇത് ചെറിയ കാര്യമല്ല ഇത് കേട്ടോ. അതുകൊണ്ട് ഞാൻ 4 ദിവസത്തെ അതിലേക്ക് ഞാൻ അടക്കം വെക്കുന്ന 4-ാം ദിവസം തീർത്ത് കളയാമെന്ന് പറഞ്ഞു. ഈ രംഗം കണ്ടപ്പോൾ എനിക്ക് പേടിച്ചു പോയി. അത് അമ്മാവൻ അറിഞ്ഞെങ്കിൽ ആ പാടെ കുഴപ്പമാകുമല്ലോ. പെടൽ താഴെ വെട്ടിക്കളയാതാണ് ഇത്. അതുകൊണ്ട് വന്ന വഴിക്ക് ഞങ്ങൾ പിരിയുന്ന സമയത്ത് അമ്മാവൻ പറഞ്ഞതാ നീ കണ്ട ഇതിന്. അപ്പൊ എന്നെ നമ്മൾ ഗുരുവല്ല, ശിഷ്യനെ പഠിപ്പിക്കല്ലേ. ഇത് കണ്ട അതിനെയൊക്കെ ഒതുക്കണമെങ്കിൽ അതിനുള്ള പൂജയും കർമ്മങ്ങളും വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ പറഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് വിജയിച്ചിരിക്കുന്നു. ഒരു പരീക്ഷണത്തിൽ വിജയിക്കുന്ന എന്റെ മനസ്സ് പറഞ്ഞു, ഒന്ന് വിജയിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇത് വിശ്വാസം, ഇത് ശരിയാണെന്നൊന്നും നമുക്ക് വെറുതെ അങ്ങോട്ട് ചാടിക്കരുത്. ഒന്നിനെ വെറുതെ നമ്മൾ ഊഹാപോഹങ്ങൾ പറയാൻ പാടില്ല. ഓരോന്നും പരീക്ഷിച്ച് അല്ലെ കണ്ടെത്തി പഠിച്ച് വേണം അതിന്റെ ഉത്തരം പറയാം അല്ലെ. പ്രത്യേകിച്ച് ചെറുപ്പം മുതലേ വിശ്വസിച്ചു പോകുന്ന, അതെ, മനസ്സിൽ വേരാഴ്ന്നിറങ്ങിയ ഒരു വിശ്വാസമാണ്. പിറ്റേ ദിവസം അന്ന് ഞങ്ങൾക്ക് ഒരു കടത്തുവള്ളമുണ്ട്. ഈ കടത്തുവള്ളക്കാരൻ ഞാനാ. പിറ്റേ ദിവസം ഈ പെണ്ണിന്റെ അച്ഛൻ ഓടി രാവിലെ വന്നു പറഞ്ഞ് എന്റെ കൊച്ചുസ്വാമി എന്നാ വിളിക്കുക, മറ്റേ വലിയസ്വാമി അമ്മാവേ. കൊച്ചുസ്വാമി വലിയസ്വാമി അവിടെ ഉണ്ടോ? ഞാൻ ചെന്താ ആ പെണ്ണിന് ഛർദിൽ തുടങ്ങിയെന്ന് പറഞ്ഞു. ഛർദിൽ പോയി ആ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ അവളുടെ പേര് വെച്ചിട്ട് പറഞ്ഞു ചേട്ടൻ്റെ കാര്യം ചെയ്യാവും, ഈ പെണ്ണിനെയും കൊണ്ട് ഇപ്പൊ അമ്മാവന്റെ അടുത്തോട്ട് പോകണ്ട, ഈ പെണ്ണിനെയും കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നൊരു കാഞ്ഞിരപ്പള്ളി ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, അവിടെ പോയി പെണ്ണിനെ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കണം. എന്താണ് നമുക്കറിയാം, അത് സ്വാമി അടക്കം വെച്ചിരിക്കല്ലേ. സ്വാമി അടക്കം വെച്ചിരുന്നല്ല. അമ്മ പറഞ്ഞ് പോകാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ആ വെള്ളം നിങ്ങളെ കുടിച്ച കടയിൽ നിന്ന് വെള്ളം പൂട്ടിട്ട് വീട്ടിൽ വന്ന് അപ്പൊ ഞാൻ ഈ 2 രൂപയും 3 രൂപ തൊട്ട് കിട്ടുന്ന ഇങ്ങനെ കൊടുക്കലിട്ടേക്കും. ഇതെല്ലാം കൂടെ പൊട്ടിച്ചൊരു 35 രൂപ എന്റെ കിട്ടി. പൊട്ടിച്ച് ഞാൻ പറഞ്ഞ് പോകേണ്ട, അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, പോകേണ്ട വണ്ടിയുടെ സമയം എല്ലാം പറഞ്ഞു കൊടുത്ത് പോയി ആശുപത്രിയിൽ പോയി പെണ്ണിന്റെ പേര് വച്ച് കിടക്കുന്നത് എല്ലാം പറഞ്ഞു കൊടുത്ത്. എനിക്ക് കൂടെ പോകണമെന്നുണ്ട്, പക്ഷെ പേടിയാ. ഇതിന് അടുത്തൊരു പരീക്ഷണമായത്. അടുത്തൊരു പരീക്ഷണത്തിലേക്ക് പോയതാ. ഇവിടെ കൊണ്ടുചെന്ന് ഈ പെണ്ണിനെ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു ഒരു 4 മണിയായപ്പോൾ ഞാൻ ഇവരെ പ്രതീക്ഷിച്ച് വള്ളത്തെ ഇരിക്കുക. തിരിച്ചു വന്നാൽ ഈ പുള്ളി വള്ളത്തിലോട്ട് വന്ന് കമഴ്ന്ന് വീഴുകയാണ്. എന്റെ സ്വാമി എല്ലാം നശിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ? പെണ്ണ് 4 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു. കാരണം അത് ഞങ്ങളുടെ ഊരിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അതിനെ ഊര് വിലക്കുക എന്ന് പറയും. അങ്ങനെ വിചാരം ചെയ്യുന്നവരെ പിന്നെ ആ ഊരിൽ കാണാൻ പാടില്ല, അവരെ ആട്ടി ഓടിക്കുക. അവർ ഓടിച്ചു വിടുകയും ചെയ്തു കേട്ടോ, അത് വേറെ കാര്യം. പെണ്ണ് ഗർഭിണിയാണ്. അത് അപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ ഇവിടെ ശാശി കൂടിയാണെന്നാണ് അമ്മാവന്റെ കണ്ടെത്തൽ. ഇത് പെണ്ണ് ഗർഭിണിയാണ്.
അത് ഈ ആദിവാസി കോളനിയിൽ കടന്നു വന്ന ഏതോ ഒരുത്തൻ നല്ല പെണ്ണായിരുന്നു കാണാൻ. ഈ പെണ്ണിനെ അതിനെ ആക്കിയതാണ്. പക്ഷെ ആ കേസിലുണ്ടാകുന്ന ഞാൻ പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ കേസ് പൊക്കി കേസാക്കി ഭയങ്കര വിഷയമൊക്കെ ആയി. അത് രണ്ടാമത്തെ കാര്യം. ശേഷം അടുത്ത പൂജയ്ക്ക് പോകേണ്ട സമയമായപ്പോഴത്തേക്ക് അമ്മാവൻ ചോദിച്ചാൽ നാളെ അവിടെ കൊണ്ട് പൂജയ്ക്ക് പോകണ്ടെന്ന് ചോദിച്ചു. നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞ ഈ വിഷയം നിങ്ങൾ ഒരു കാരണവശാലും പോയി അമ്മാവനോട് പറയരുത്, നിങ്ങൾ പെണ്ണെ കൊണ്ട് വീട്ടിൽ പോകും, അടുത്ത കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു. ആ പൂജയ്ക്ക് പോകേണ്ട സമയമായപ്പോൾ അമ്മാവൻ ചോദിച്ചാൽ അങ്ങോട്ട് പൂജയ്ക്ക് പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അമ്മ അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. കേട്ടോ, അതിന് ദേശാർഗോലയുടെ ഉപദ്രവമാണെന്ന് പറഞ്ഞു. ദേശത്തൊരു അറുകൊല ഉണ്ടാവും, ഇതാ ഞങ്ങളുടെ വിശ്വാസമാണ്. ഓരോ ദേശ അറുകൊല എന്ന് പറയും, അത് വലിയ വിശാശ. ദേശാറുകൊലയുടെ ഉപദ്രവമാണ്, അത് മാറ്റണമെങ്കിൽ ഇന്ന് മാറ്റിക്കളയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 കാലുള്ള ദേശാറുകൊല അമ്മാവെന്ന് പറഞ്ഞു. അമ്മാവ ഇതൊന്നും ശരിയല്ല, നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലാത്ത ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ തൊട്ട് ഞാനും അമ്മാനും കൂടെ ചെറിയ ആലാകാൻ തുടങ്ങി. പിന്നെ രണ്ടാമതൊരു സംഭവം, പിന്നെ അമ്മാവനെ കാണാൻ അമ്മാവന് ഒരു ദിവസം രാവിലെ എന്നെ ആളിനെ പറഞ്ഞിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പുഴയിൽ കൂടെ തോട്ടിൽ കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നു. അമ്മാവൻ രാവിലെ ഈ വെളിക്കിറങ്ങാനൊക്കെ വനത്തിലാണ് പോകാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഈ തോട്ടിലൊരു കല്ല് കിടക്കുന്നു. പുള്ളി കടമിറങ്ങുന്ന സമയത്ത് ഈ കല്ല് കണ്ട്, ഈ കല്ലിന്റെ പുള്ളി പൊക്കി നോക്കിയപ്പോൾ ഈ കല്ലിന് മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, ഒരു രൂപമുണ്ട്. ഇത് പുള്ളി ഉടനെ അവിടെ നിന്നുകൊണ്ട് തന്നെ ആൾക്കാരെ കൂട്ടി ഭയങ്കര ഒരു പ്രസവമാക്കി. ഞാനവിടെ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം അവിടെ കൂടി തൊഴുത് പിടിച്ച് നിൽപ്പുണ്ട്, വിളക്ക് കത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ദൈവം കണ്ടോ ഒഴുകി വന്നതോടെ, ദൈവത്തോടെ ഒഴുകി വന്ന്. ഇത് വേണേൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അത് കാണിച്ചിടാം. ഈ ദൈവം ഇതൊരു ചാക്കിനകത്ത് കെട്ടി ഞാൻ ഉൾപ്പെടെ ചുമന്ന് അമ്പലത്തിൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിന് പൂജ, 7 ദിവസത്തെ ഭജന. അപ്പം ഞാൻ ചോദിച്ചടാ, ഈ കല്ലിങ്ങനെ തോടെ കൂടി ഒഴി വരുമ്പോൾ അതിന് കാലക്രമേണ അതിന് തട്ടി മുട്ടിയൊക്കെ അതിന് രൂപം ഉണ്ടാവും, ഇപ്പോഴും മനസ്സിൽ കാണുണ്ടാവും. അതിനെ ദൈവത്തിന്റെ ഭാഗത്ത് വെച്ച് പൂജിക്കുക. ഞാൻ പറഞ്ഞു ഇത് ഒന്നും ശരിയല്ല, ഇതൊന്നും ദൈവമൊന്നും അല്ലാതെ പറഞ്ഞു. നീ മലയൻ ദൈവങ്ങളെ എതിർക്കാൻ തുടങ്ങിയോ. ഇങ്ങനെ പല കാര്യങ്ങളിൽ അമ്മാവനെ ആൾക്കാർ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിനൊക്കെ ചേർന്ന് ആശുപത്രി പോകേണ്ട കേസ് ആശുപത്രി പറഞ്ഞുവിടും, അമ്മാവൻ്റെ അടുത്ത് വിടാറ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമായി. അതായത് 1995 ഞാൻ ആ സ്ഥാനം ഏക്കേണ്ടതാണ്. ഈ സ്വാമി തലപ്പാറമല കൊച്ചുവേളെന്ന് പറയുന്ന പൂജാരി സ്ഥാനം ഏക്കേണ്ടതാണ്. ആ പദവി നിങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും ഒന്നിനും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഒന്നും അറിയില്ലായ്മയിൽ എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിലൊരു പാമ്പ് കയറി ആ പാമ്പിനെ എന്റെ മാതാപിതാക്കൾ തല്ലിക്കൊന്നതിന് ഞാൻ ആ വീട്ടിൽ അന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പാമ്പിനെ ആ തെങ്ങിന്റെ ചോട്ടിൽ ഞാൻ കുഴിച്ചിട്ടത്, പാലിനകത്ത് കുളിപ്പിച്ച് തുളസികളെ കൊണ്ട് പൊതിഞ്ഞ് അതിനെ ഞാൻ കവറടക്കം ചെയ്തത്, അതിനെ കുഴിച്ചിട്ടത്. അപ്പൊ അതെന്താ, അത് കുറ്റമല്ല, നമ്മൾ പഠിച്ചു വന്നൊരു ഇതാണ്. ഇസ്ലാം മതത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അത് പറയാം. അങ്ങനെ ഞങ്ങള് ശബരിമലയ്ക്ക് ഞങ്ങൾ മക്കളെ എല്ലാം ഇങ്ങനെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. എന്റെ മോനെ ഇപ്പൊ നിങ്ങൾ കണ്ട ഇളയ മോനെ അവന് 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സുള്ളപ്പോഴാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 10-40 പേരുടെ സംഘമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ദൈവത്തിനെ കാണണം പറഞ്ഞ് വഴക്കായി. ഉടനെ അമ്മാവൻ പറഞ്ഞ് എന്തിനാ മോനെ കരയെന്ന് ചോദിച്ചു. എനിക്ക് ദൈവത്തിനെ കാണണം. ഞാൻ ഇവനെ എടുത്തുകൊണ്ട് തോളിൽ വെച്ചുകൊണ്ട് അയ്യപ്പൻ സന്നിധി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ഒരു കൈ കൊണ്ടൊന്ന് കണ്ടില്ല, അത്ര തിരക്കാ. കയ്യിൽ കുറെ പണം ഉണ്ട്, അതാ ഇതിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പൊ ഇവൻ എന്റെ തോളിൽ അങ്ങനെ ഇരിക്കുകയാണ്. തോളിൽ ഇരുന്നുകൊണ്ട് 4 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. തോളിൽ ഇരുന്നുകൊണ്ട് ഇവന്റെ ഞാനൊരു 7 രൂപ ചില്ലറ കൊടുത്തിട്ടുണ്ട് നേർച്ചയിടാൻ വേണ്ടി. ഇവനിങ്ങനെ കരന്ന് കണ്ട് പോലീസുകാർ ചോദിച്ചു എന്താ മോനെ കരയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവന് അയ്യപ്പനെ കാണാൻ താമസിച്ചതാണെന്ന് പറഞ്ഞു. ആ കണ്ടോന്നും പറഞ്ഞ് പോലീസുകാരനിങ്ങനെ പുറകിൽ കൂടെ വന്നിട്ട് തടഞ്ഞു നിർത്തി. ഇവനെ കൊണ്ട് ഞാൻ സന്നിധി ചെന്ന് ഞാൻ ഒരു കൈ കൊണ്ട് തൊഴുത്ത് പൈസ ഇട്ട് ഇവരോട് പറഞ്ഞ് പൈസ ഇടും മോനെന്ന് പറഞ്ഞു. പൈസ ഇടുമ്പോൾ കാലെ പിടിച്ച് കുലുക്കിയപ്പോൾ ഇവൻ പറഞ്ഞു മതി പോകാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആ സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുക ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് ഞാൻ അവിടെ ശർക്കര എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുക ഈ കവലിനകത്തേക്ക്.
ഇവരിങ്ങോട്ട് വന്നു. അപ്പം അന്ന് തലയിലൊക്കെ നല്ലപോലെ മുടിയുണ്ട്. തലമുടി പിടിച്ച് പിടിച്ചുകൊണ്ടിരിക്കും. അതാണോ ദൈവം? അത് വിളിച്ചാൽ മിണ്ടുവോ? അത് അനങ്ങുമോ? ഈ വിളിച്ചാൽ മിണ്ടാത്ത ദൈവത്തിന് പൈസ കൊടുക്കുന്നത്? അതാണോ ദൈവം? ഈ ദൈവം നമ്മുടെ വീട്ടിൽ കുത്തിയിരിപ്പില്ലായിരുന്നോ? ഇതിനെ കാണാൻ എന്തിനാ വന്നത്? ഈ 4 വയസ്സുള്ള കുട്ടികളെ ചോദിക്കുന്നു, നോക്കണം. ഈ 4 വയസ്സ് കുട്ടികളുടെ ചോദ്യമാണ്, അമ്മ ഉള്ള ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് ഈ ചോദ്യം എന്റെ ചങ്കനകത്തോട്ട് അങ്ങോട്ട് ഇടിച്ചു കയറുക. ചങ്കങ്ങ് പൊട്ടിപ്പോകാൻ തുടങ്ങുക. ഉടനെ അമ്മാവനൊരു ചൂരോടി എടുത്തിട്ട് ഒന്ന് അടിച്ച് ഇതോടെ പറയുന്നത് ചോദിച്ചു. വളരെ ഞങ്ങളുടെ ദൈവദോഷം പറയുന്നത്. അവിടുന്ന് ഞങ്ങള് നടയൊക്കെ ഇറങ്ങി. എനിക്ക് അപ്പോഴത്തേക്ക് ഞാനങ്ങ് വല്ലാത്തൊരവസ്ഥയിലെത്തി. ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഈ ദോഷങ്ങളൊക്കെ ഓതി മാറ്റുന്ന കുറെ സ്വാമിമാരിപ്പുണ്ട്, കുറെ ഇരിപ്പുണ്ട്. ഇവർ ഈ വീണ പോലൊരു സാധനമുണ്ട്, എന്താ അതിന് പറയാം, ഇത് ഓതുക എന്നിട്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം ഓതി മാറ്റുകയാണ്. അപ്പൊ ഞാനും മോനും കൂടെ പോയി അവിടെ പോയിരുന്നു. ഇവിടെ ഇയാൾ ഓതുവാണ്, സോമൻ എന്ന സ്വാമിയുടെ ദോഷങ്ങളെല്ലാം മാറട്ടെ, കുടുംബദോഷം മാറട്ടെ, ശത്രുദോഷം മാറട്ടെ, എല്ലാ ദോഷങ്ങളും മാറിയിട്ട് അവസാനം ഇയാൾ ഓതി നിർത്തിയത് പറയനും പുലയനും പണ്ടാരും വീട്ടിൽ തീണ്ടിയിട്ടുണ്ട്, തീണ്ടാദോഷം മാറട്ടെ, തീണ്ടാദോഷം മാറട്ടെ. എന്റെ വീട്ടിൽ എന്റെ അച്ഛനോ എന്റെ അച്ഛനാരാ? എന്റെ അച്ഛനാരാ? എന്റെ അമ്മയാരാണ്? ഇവർ രണ്ട് പറയനും പുലയനും പണ്ടാരം എന്ന് പറഞ്ഞ കാട്ടിയാൾക്കാരല്ലേ? ഇവരാരെങ്കിലും എന്റെ വീട്ടിൽ തീണ്ടിയിട്ടുണ്ട്, തീണ്ടാദോഷം മാറട്ടെന്ന്. ഞാൻ ഇയാളെ ആ പണം എടുത്തുള്ള ചായ അടിയാ അനിയ കയറി പിടിച്ച് എന്റെ വീട്ടിൽ. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അവിടെ പോലും പറയനും പുലയനും താഴെ ജാതിപ്പെട്ടവൻ അവിടെ പോലും മോചനമില്ല. ഈ വിശ്വാസത്തിന്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് എന്നോടാ പറയുന്നത്. അപ്പൊ എന്നെ കണ്ടപ്പോ ഇച്ചിരി വെളുത്തൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ വല്ല നായരോ നമ്പൂരോ വല്ല ആളുകളെ ചിന്തിച്ചു കാണും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പറയനോ പുലയനോ എന്റെ അച്ഛനുമായി പണ്ടാരം എന്റെ അമ്മയുമായി ഇവരാരെങ്കിലും എന്റെ വീട്ടിൽ തീണ്ടിയിട്ടുണ്ടേ തീണ്ടാദോഷം മാറട്ടെ. ഞാൻ അവിടെ വെച്ച് അന്ന് കൊണ്ടുപോയി കെട്ട സാധനമെല്ലാം കൊടുത്ത കാട്ടിലോട്ട് കളഞ്ഞിട്ട് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് ഞാനില്ല എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസ ആചാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് തോന്നി. ഞാൻ പഠിച്ചു. അത് പഠിക്കാന്ന് പറഞ്ഞാൽ അറിവുള്ളവരോട് ചോദിക്കുക, പിന്നെ പലയിടത്ത് പോയി കണ്ടു പഠിച്ച് എനിക്ക് എന്താണെങ്കിലും ഞാൻ ഹൈന്ദവ വിശ്വാസത്തെ ഞാൻ പിന്നെ ഓരോരുത്തരുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്റെ വിശ്വാസത്തെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഈ വിശ്വാസം, ഈ ആചാരം, ഈ ദൈവങ്ങൾ, ഞങ്ങളുടെ ദൈവങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ച് ഒരു മനസ്സിലാക്കി. ബ്രഹ്മാവ് സർവ്വ സൃഷ്ടിതമാണ്. പക്ഷെ ദുർദാസാവ് എന്നൊരു മഹർഷി അദ്ദേഹത്തെ ശപിക്കുകയാണ്. ദൈവത്തിന് ശാപം വെക്കാൻ പറ്റുമോ? ദൈവത്തിന് ശാപം വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ? രണ്ടാമത് കൃഷ്ണൻ, വിഷ്ണു മഹേശ്വരൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞ അവതാരത്തിലെ കൃഷ്ണനെ കൊല്ലുന്നത് ഞങ്ങളുടെ ഒരു കാരണവരാ, ഒരു ആദിവാസിയാണ്. ഒരു മരത്തിന്റെ മുമ്പായിട്ട് കാലിട്ടറിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷി അങ്ങോട്ട് അമ്പ ചെയ്ത് കൃഷ്ണൻ മരണപ്പെട്ടില്ലേ? ദൈവത്തിന് മരണം സാധിക്കില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ കുറിച്ചപ്പോൾ എനിക്ക് ഈ വിശ്വാസത്തോട് 2-3 വർഷം 4-5 വർഷത്തോളം ഞാനിത് പല ദേശത്ത് പോയി പലതും മനസ്സിലാക്കി. അത് നാട്ടിൻപുറത്തൊക്കെ പോകുമ്പോൾ ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും ഓരോ അമ്പലങ്ങളും ഓരോ പ്രതിഷ്ഠകളും ഓരോ ആചാരങ്ങൾ, ഇതൊന്നും എനിക്കങ്ങോട്ട് മറ്റുള്ളവരെ ഞാൻ പറയുന്നില്ല, അടച്ചു പറയുന്നില്ല, എന്റെ മനസ്സാണ് പറയുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അതിനോട് അമ്മാവന്റെ ഈ ചെയ്തികൾ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ നമ്മൾ തെറ്റി പിണങ്ങി രണ്ട് ചേരിയിലായി. എന്റെ വിശ്വാസം അവിടെ നിന്ന് എനിക്ക് കുറച്ച് ദൈവങ്ങളും കുറെ പൂജാ സാധനങ്ങളും കുറെ ഇവിടെ ഉണ്ടായിരുന്നു. വിളക്കുകല്ല് ആചാര്യ പൂജ കൊണ്ടല്ല ഞാനത് മടക്കി. ഇപ്പോഴും പിന്നെ മടക്കി ഒരു സ്വതന്ത്ര രീതിയിലേക്ക് വന്ന് വീണ്ടും എനിക്ക് തോന്നിയില്ല, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ അങ്ങ് വർദ്ധിക്കുകയാണ് മനസ്സിൽ. അത് ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ അങ്ങ് ഉരുണ്ടുകൂടുകയാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ആകാശത്തിന്റെ തൂണുകളിൽ ഇതെവിടെ നിൽക്കുന്നത്? മനുഷ്യൻ എന്തിനും മരിക്കുന്നത്? മനുഷ്യൻ എന്തിനും ജനിക്കുന്നത്? മനുഷ്യൻ എവിടുന്നാ ഉണ്ടായത്? നമ്മൾ കഴിക്കുന്ന ആഹാരം, ചായ കുടിച്ചാൽ, പാല് കുടിച്ചാൽ, കടുങ്കാപ്പി കുടിച്ചാൽ, ഇതൊന്നും പുറത്തേക്ക് പോകുമ്പോൾ കുടിക്കുന്ന തരത്തിലല്ല പോകുന്നത്, വേറൊരു രൂപത്തിൽ. ഇങ്ങനെയുള്ള ചിന്തകൾ അങ്ങ് കുഴപ്പമുണ്ടാക്കി. അപ്പൊ ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ദൈവം എവിടെയാണ്, എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വല്ലാതെ വിഷമിച്ച്. എന്നാലും ഞാൻ വിട്ടില്ല. എന്നാൽ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളതൊരു തീരുമാനം അങ്ങ് മനസ്സിലങ്ങെടുത്ത്. എന്നൊക്കെ ജീവിക്കാനൊക്കെ കടത്തോളം കൊണ്ട് കുറച്ച് ആദായങ്ങളൊക്കെ കൊണ്ട് നേതാവുമാണല്ലോ. 150 ഏത് ഇപ്പം വേണേലും എന്താ ഓർഡർ പോലും ഇടാവല്ലോ. അത് അത്ര പദവിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് ക്രിസ്തു മതത്തിൽ 2 പാസ്റ്റർമാരില്ലേ വന്ന് അവരുമായിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞ ദൈവമുണ്ടോ? കൊണ്ട് സഹോദര എവിടെയാണ്? അത് നിങ്ങൾ ഒറ്റയടിക്ക് വെച്ചാൽ പറയാൻ പറ്റില്ല.
കാണിച്ചു തരാം, നിങ്ങൾക്കത് പരിചയപ്പെടുത്താം. അങ്ങനെ അവർ ഒരു ദിവസം മുഴുവൻ വീട്ടിലിരുന്ന് ഞാനോട് പിന്നെ ഞങ്ങൾ സംസാരിച്ച് കുറെ ബൈബിള് ലഘുലൊക്കെ എനിക്ക് തന്നു, ഒക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ച് എനിക്ക് വിശ്വാസവും. പക്ഷേ എല്ലാം പഠിച്ച എനിക്ക് വിശ്വാസത്തിനൊപ്പം ഞാനൊരു തിരുത്തലുണ്ടായി. ഇത് ശരിയാണോ, ശരിയിലേക്ക് കണ്ടെത്തണമല്ലോ. അങ്ങനെ എന്റെ വീട് പള്ളിക്ക് കൊടുത്തു, ക്രൈസ്തവ പള്ളിക്ക് കൊടുത്തു. എന്റെ വീട് പള്ളിയായി. 5 വർഷം ഞാൻ ക്രൈസ്തവനായിരുന്നു, ഞാനും കുറെ കുടുംബങ്ങളും. എന്റെ വീട് പള്ളിയാക്കി 5 വർഷം കൊണ്ട്. അപ്പൊ ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ പഠിച്ചു. ഇവിടെ വരുന്ന പാസ്റ്റർമാരിങ്ങനെ ഓരോന്ന് പറയുന്നു, പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. ഒരു വിഭാഗം ജനങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു, അവർ പറയുന്നത് ചെയ്യുന്നത്. ഞാൻ ഇതിനോടൊപ്പം എനിക്കൊരു വേറൊരു റൂട്ടുണ്ടായിരുന്നു, ഇത് കണ്ടെത്തുക എന്നുള്ളത്, അന്വേഷണം. ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ പാസ്റ്റർമാർ പിന്നെ എന്നും ഈ ആരാധന കഴിഞ്ഞതിന് ശേഷം 2 മണിക്ക് ശേഷം ഞങ്ങൾ ഇതുപോലെ ഇരുന്ന് പിന്നെ ബൈബിൾ വെച്ചുകൊണ്ട് സംസാരമാണ്. പക്ഷേ പിന്നെ ദൈവം ആരാണ്? അത് ദൈവം യേശു. അപ്പൊ ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ 3 ദൈവങ്ങളുടെ കാര്യം അവർ പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ ആ 3 കൂടെ യേശുവിലേക്ക് അവസാനിക്കുന്നത്. പിതാവ് ആരാ? യേശു. പുത്രൻ ആരാ? യേശു. പരിശുദ്ധാത്മാവ് ആരാ? യേശു. 3 യേശു, 3 കൂടി ഒരു ദൈവം. ഇതിന് ബ്രഹ്മ, വിഷ്ണു, മഹേഷ്, ഇത് ഞാൻ തട്ടിച്ചു നോക്കി. അപ്പൊ ആ 3 ദൈവങ്ങൾക്കും വ്യക്തിത്വമായ രൂപങ്ങളുണ്ട്. ബ്രഹ്മാവിനും വിഷ്ണു മകനും വ്യക്തിത്വമായ രൂപങ്ങളുണ്ട്. എന്നാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും കാണാനില്ല. അതൊരാളിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ഇതെനിക്ക് സംശയങ്ങളായി. നിങ്ങൾ വലിച്ചെറിഞ്ഞ വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യത്യാസമൊന്നും അല്ലല്ല, ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷെ ഈ പാസ്റ്റർമാരൊക്കെ എന്റെ വീട്ടിൽ വന്ന് ഈ 5 വർഷം ഇങ്ങനെ വരികയും പോവുകയും ഒക്കെ ചെയ്തെങ്കിലും ഒരാഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഒരു കഴിക്കില്ല. ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ച്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശുദ്ധിയുള്ളവരാണ്. ഇറച്ചി, മീൻ, ഇതൊന്നും ചില മീനുകളൊന്നും ഇറച്ചി വീട്ടിൽ കയറ്റത്തേ ഇല്ല. സ്ത്രീകളെയൊക്കെ ആർത്തുണ്ടായി പുറത്താ വീട് കയറ്റി. എന്റെ സഹോദരിമാരെല്ലാം വീട്ടിന് പുറത്താ. ഇത് വെളുപ്പിൽ എഴുന്നിട്ട് കുളിക്കുക, നനയ്ക്കുക, എല്ലാം നല്ല ശുദ്ധിയുള്ളവരാ. ആർക്കും ധൈര്യമായിട്ട് ആഹാരം കഴിക്കാവുന്ന ഞങ്ങളുടെ ഈ കുടുംബ പാരമ്പര്യമുണ്ട്. പക്ഷെ ഈ പാസ്റ്റർമാർ ഈ 5 വർഷം വീട്ടിൽ വന്നിട്ടുള്ള വെള്ളം കൊടുത്താൽ കുടിക്കത്തില്ല. അവസാനം ഞങ്ങൾ വിരോധി ചോദിച്ചു, നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ ഒരു ആഹാരം കഴിച്ചിട്ടുണ്ടോ? കാരണം എന്താണ്? അത് വിശന്നിരുന്ന് ദൈവപ്രവർത്തനം നടത്തിയാലേ അതിന് ഫലം കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞ അല്ല, അതല്ല എന്റെ കാരണം. ഞങ്ങളുടെ ജാതിയാണ്, നിങ്ങളുടെ ഉപദേശം കേൾക്കാൻ ഞങ്ങളുടെ ജാതിയാണ് നിങ്ങൾ ആഹാരം കഴിക്കാത്തത്, സംശയമില്ലെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ഞങ്ങൾ പിരിയുന്ന സമയത്ത് പറഞ്ഞ കേട്ടോ, അതുപോലെ പറഞ്ഞില്ല. 5 വർഷം ഞങ്ങൾ പിരിഞ്ഞു. 5 വർഷം പിരിയാനുള്ള കാരണം, ഞാൻ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ബൈബിൾ തിരക്കി ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ പോയി. ഒറ്റ സംശയത്തിന്റെ പേര് ഒരേ ജോലി ചെയ്ത്, അതാണ് ഒരേ ജോലി ചെയ്ത്. അപ്പൊ യേശു പറഞ്ഞിരിക്കുന്നത്, ഇവര് പറഞ്ഞിരിക്കുന്നത് യേശുവാണ് ദൈവം. യേശു മനുഷ്യന്റെ രൂപത്തിൽ ഇവിടെ വന്ന് മനുഷ്യന്റെ പാപം പൊറുക്കാൻ വേണ്ടി യേശുവിന്റെ രക്തം ചീന്തി യേശുവാണ് ദൈവമെന്ന് പഠിപ്പിച്ച്. അപ്പൊ യേശു പറയുന്നത്, ഞാൻ മനുഷ്യനാണ്, മനുഷ്യപുത്രനെ എന്ത് നിങ്ങൾ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അത് തന്നെയല്ല യേശു 73 പ്രാവശ്യം ഞാൻ മനുഷ്യനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെല്ലാം കുറിച്ചിട്ടുണ്ട്. ഇവർ ദൈവമാണെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ യേശുവിനെ കുറിച്ച് പഠനം നടത്തി. നടത്തിയപ്പോൾ യേശു ഉറങ്ങുന്നു, യേശു വെള്ളം കുടിക്കുന്നു, യേശു ആഹാരം കഴിക്കുന്നു, യേശു ദാഹിക്കുന്നു. അവസാനം യേശു ഇന്ന് നമ്മൾ നോക്കിക്കൊല്ലുമ്പോൾ യേശുവിനെ തൂക്കിക്കൊല്ലുന്നു ഭയങ്കര കുറ്റത്തിന്. ഇതിനുള്ള സംഭവം എന്തുവാ? ദൈവം മരിക്കുവോ? ദൈവം ഉറങ്ങുവോ? ദൈവം മലമൂത്ര വെള്ളം കുടിക്കും? ഇതൊക്കെ എന്താണ്? എന്തൊരത്ഭുതം! അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നമ്മൾ പിണങ്ങി. ക്രൈസ്തവ 5-ാം വർഷം നമ്മൾ വിട പറയുകയാണ്. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോഴത്തേക്ക് എനിക്കറിയാം എന്താ ഈ കുടുംബക്കാരും വീട്ടുകാരൊക്കെ ഇവര് എന്തായാലും ഭട്ടനാണെന്നൊക്കെ ഒരു പ്രഖ്യാപനം കൂടെ ഉണ്ടായി. കാരണം ഈ ഒരു അന്വേഷണം ഇത് നമ്മൾ ഓരോ റൂട്ടിൽ ഭട്ടനാണെന്നൊക്കെ പറയാനുണ്ടായി. 5-ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് ഇവര് ഉപദേശിച്ച് ഞാൻ ഇവിടെ വരുന്ന പാർഷന്മാരും 2 സഭയെ മാറി പോയി. KP യോഹന്നാൻ ഞാൻ കത്തെഴുതി. ഫാദർ അലവിക്ക് ഞാൻ റേഷയുടെ കത്തയച്ച്. ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിൽ നിന്ന് ഫാദർ അലവിക്ക് റേഷയുടെ കത്തയച്ച്. കത്തിന്റെ ഉള്ളടക്കം നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്നെ അല്ല നിങ്ങൾ യേശുവിനെ കണ്ടെത്തി, അതിന്റെ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞു. എനിക്ക് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ KP യോഹന്നാൻ റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുണ്ടല്ലോ വെളുപ്പിനെ, അദ്ദേഹത്തിന് പല കത്തുകൾ അയച്ചു. അതിലൊക്കെ കോപ്പി ഇട്ടിരിപ്പുണ്ട്. ഇതിനൊക്കെ എനിക്ക് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ
ഒരു പാവം ചെയ്യാത്ത കുട്ടികൾ മരിക്കുന്നത് അവർക്കെന്താ ഈ മരണം കൊടുക്കാൻ കാരണം എന്ന് നേരത്തെ എഴുതി ചോദിച്ചിട്ടുണ്ട്. അപ്പം പറയും നീ നിന്റെ കുടുംബവും ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നൊക്കെ എന്നോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ ഒന്നും വ്യക്തമല്ല. നിങ്ങൾ 5ാമത്തെ വർഷമായപ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മൾ തെന്നി പിരിയുന്നൊരവസ്ഥ വന്നു. ഇവിടെ സ്ഥിരം വരുന്ന സഹോദരന്മാരെ 2 പാർഷന്മാര് 5 വർഷം സഹകരിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞ് സഹോദര എന്റെ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതല്ല സത്യം മനസ്സിലാക്കി. നിങ്ങളുടെ വിശ്വാസവും എന്റെ വിശ്വാസവും കൂടെ പൊരുത്തപ്പെട്ടിനും പോകില്ല. യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് താങ്കൾ വന്നത് ക്രൈസ്തവ മതത്തിലെ സത്യം ഉൾക്കൊണ്ടിട്ടായിരുന്നില്ല. ഇല്ല, ദൈവമുണ്ട്. അതും അന്വേഷണമായിരുന്നു. നമ്മുടെ റൂട്ട് ദൈവത്തെ കാണാൻ നമുക്ക് മതങ്ങളിൽ കൂടി പോയാലേ പറ്റുള്ളൂ. അതെ അതെ, അല്ല വേറെ കറ്റത്തില്ലല്ലോ. അപ്പൊ ഹിന്ദു മതത്തിൽ നിന്ന് ഞാൻ ക്രിസ്തു മതത്തിലേക്ക് വന്നിട്ട് ഇത് രണ്ടും എന്റെ പഠനത്തിൽ എന്റെ കണ്ടെത്തൽ ഹിന്ദു മതവും ക്രിസ്തു മതവും ഒരു പുസ്തകത്തിന്റെ ഒരു താളിന്റെ 2 അപ്പുറം ഇപ്പുറങ്ങളാണ്. രണ്ടിനും ബഹുദൈവാരാധനയാണ്. രണ്ടിനും ഒരു നമുക്കൊരു സുസ്ഥിരമായ ഒരു ദൈവവിശ്വാസം പറയാൻ പറ്റത്തില്ല. എന്റെ പഠനത്തിൽ ഞാൻ സമൂഹത്തിനോട് മൊത്തമല്ല പറയുന്നത്. എന്റെ കാര്യമാണ്, എന്റെ കാര്യം ഈ പറയുന്നതൊക്കെ എന്റെ കാര്യം മാത്രമാണ്. വേറെ ആരെയും ഞാൻ ഉൾക്കൊള്ളുന്നില്ല. എന്റെ ഞാൻ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല, ആരുടെയും വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്റെ വിശ്വാസം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരു ദിവസം പാർഷന്മാരെ പിരിയുന്ന സമയത്ത് എന്താ പിരിയാനുള്ള കാരണം ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസം നമ്മളിൽ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. എന്റെ അന്വേഷണവും നിങ്ങളുടെ വിശ്വാസമായിട്ട് 2 റൂട്ടിലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഇവരൊരു ഇതുകൊണ്ട് നിങ്ങൾ കാറ് നിർത്തിയത്തോളം കുറെ കാറിൽ ഒരു 10 പേരുടെ രാവിലെ കടന്നു വന്നു. എന്റെ വീട്ടിൽ കടന്നു വന്നു. വലിയ ആൾക്കാർക്കായിരുന്നു. അവർ കടന്നു വന്നിട്ട് ഇവരൊരു ഷൂസ് കേസ് കൊണ്ട് എന്റെ ഇതുപോലെ മേശപ്പുറത്ത് വെച്ച് എന്നിട്ട് ഇവർ ഇത് ആ പക്ഷേ തുറന്നു കാണിച്ചപ്പോൾ ഇതിനകത്ത് 20-ന്റെ 50-ന്റെ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. വന്ന് പാസ്റ്റർ എനിക്ക് കൈ തന്ന് ഞാൻ കൈ കൊടുത്ത് എന്താ സഹോദര പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ വന്നത് ഇവിടെ നമുക്കൊരു പള്ളി വെക്കണം, 10 സെന്റ് സ്ഥലം വാങ്ങിക്കണം, ഒരു പള്ളി വെക്കണം, ആൾക്കാരെ കൂട്ടി ദൈവത്തിലേക്ക് അടുപ്പിക്കണം, അതിനുള്ള പൈസ ആയിരുന്നു പറഞ്ഞ് നിങ്ങളെ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററായിട്ട് ഞങ്ങൾ നിയമിക്കുകയാണ്. അപ്പം ഞങ്ങൾ 25 കുടുംബമുണ്ട്. നിങ്ങൾ ഇവിടുത്തെ പാസ്റ്റർ, നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം എന്ന് പറഞ്ഞ് 3000 രൂപ ശമ്പളം, നിങ്ങളെ യേശുവിനെ അടക്കി ഇസ്രായേലിൽ കൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങളെ കാണിക്കാം, വിസ അടക്കി, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാം കേട്ട് അവസാനം ഞാൻ ചോദിച്ച് എന്താ നമ്മളെല്ലാം തീരുമാനിക്കില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ശമ്പളം ഞാൻ സമ്മതിച്ച്, 25 കുടുംബം നിങ്ങളെ കൂട്ടാം, വസ്തു വാങ്ങിക്കാം, പള്ളി വെക്കാം, എല്ലാം സമ്മതിച്ച്. പക്ഷെ ഒരു ചോദ്യം എനിക്ക് മറുപടിയാണ്. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ സെൻട്രൽ പാസ്റ്ററല്ല, എന്നോടുള്ള ചോദ്യം വരുള്ളൂ. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന് ചോദിച്ചു. അത് യേശു ബൈബിൾ എടുത്തിട്ട് കാണിച്ചതാ, ഞാൻ മനുഷ്യപുത്രനാണ്. മനുഷ്യപുത്രനെ എന്തിനു നിങ്ങൾ ദൈവമെന്ന് സംബോധന ചെയ്യുന്നു? പറയാണ് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നതിന് അവനുമല്ല. അത് തന്നെയാണ് യേശുവിനോട് ശിഷ്യന്മാർ പറയുന്നത്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. യേശു പറയും സ്വർഗത്തിനായ പിതാവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗ പോലെ പോയി. അപ്പൊ യേശു സ്വർഗത്തിനായ യേശു എന്ന് പറഞ്ഞിട്ടില്ല. യേശു ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. യേശു മനുഷ്യനാണ്. ആ യേശുവിനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ അത് ഈ ജനങ്ങളെ കണ്ണുപൊട്ടന്മാരായി പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവരെല്ലാം കൂടെ കൂടിയോട് പറഞ്ഞു, ഇവര് 5 പേരിലാണ് ഇവർ പള്ളിയിൽ വീട്ടിനകത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു ഇയാൾക്ക് ഭൂതബാധയേറ്റിരിക്കുന്നു, ഇയാളെ പിശാച് ബാധിക്കുമ്പോൾ ഒരു പാട്ട്, ഒരു അട്ടഹാസം, ഒരു ബഹളമെല്ലാം നടന്നു വീട്ടിനകത്ത്. ഈ വന്ന ആൾക്കാർ ഭൂതബാധയേറ്റിരിക്കുന്നു പറഞ്ഞ് എന്റെ വാപ്പായ ഉമ്മ എല്ലാം കൂടെ കാർജ്യം ബഹളവും. ശരിയായിരിക്കും, ഭൂതബാധയേറ്റായിരിക്കും. എന്ത് ചെയ്യും? എന്റെ ഉമ്മ ഇവരുടെ കാലം എന്റെ ചെറുക്കനൊന്നും പറ്റരുത് പറഞ്ഞ് കാല് പിടിക്കുന്നു, കരയെന്ന്, എന്റെ ചെറുക്കനെ രക്ഷിക്കണമെന്നെല്ലാം പറഞ്ഞ് ഉമ്മ പറഞ്ഞു എന്റെ പൊന്നും മോനെ അവർ പറയുന്നത് കേൾക്കുന്നു, നിനക്ക് അതിനുള്ള അറിവൊന്നും ഇല്ലല്ലോ, അവരൊക്കെ ആരാ? അപ്പൊ ഇവരുടെ താടിയും കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോയി. ആദ്യം അവർ പ്രലോഭനത്തിന്റെ വഴി സ്വീകരിച്ചു, അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ പ്രകോപനത്തിൽ പിന്നെ അവര് പണത്തിലേക്ക് വന്ന്. അപ്പൊ അവര് പറഞ്ഞു എന്റെ പൊന്നും മോനെ നിനക്ക് ഭൂതബാധയാ, നീ എന്റെ ആദ്യത്തെ ആണാണ്, 4 കുട്ടികളില്ല, ആകെപ്പാടെ വിഷയമായി. അപ്പൊ ഞാൻ സൈലന്റ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, എന്നിട്ട് നിങ്ങൾ സ്നാനമേക്കണം. സ്നാനം ഏറ്റു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അസുഖവും മാറും. ഉടനെ എൻ്റെ ഉമ്മ കയറി സമ്മതിക്കുകയാണ് ഇതെല്ലാം ഇവരെ കൂടി ചെയ്യിക്കാതെ. കാരണം ഞാൻ ഇല്ലാത്ത ഒരാളായി പോയി കഴിഞ്ഞാൽ ആ പടം പ്രശ്നമാകില്ല. കാരണം 5 വർഷത്തെ ഒരു സംഗതി പൊളിഞ്ഞു പോയതില്ല, ആ പടം വലിയൊരു വിഭ്രാന്തിയായി മൊത്തത്തില്. പ്രശ്നമായില്ലേ? ഞാൻ സമ്മതിച്ചു. അവർ പറഞ്ഞ സഭയുടെ 3 ദിവസം ഞാൻ ഉപവാസം എടുത്ത് മുറിക്കകത്ത് കയറി മുട്ടുകാലയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ കൈയും കൂത്തി 3 ദിവസം നിന്ന് ഞാൻ ആരെയും കണ്ടില്ല. മുട്ടല തൊലി പോയത് മിച്ചം. അത് എനിക്കൊരു പരിശുദ്ധാത്മാവ് പിന്നെ എനിക്ക് പിന്നെ
ഒരു പരിശുദ്ധാത്മ എനിക്ക് കിട്ടിയില്ല. മൂന്നാമത്തെ ദിവസം ഇവർ പറഞ്ഞ പോലെ സ്നാനം വെക്കാൻ ഇവിടുന്ന് 14 കിലോമീറ്റർ വണ്ടി കൊണ്ട് നടന്ന് ഞാൻ പള്ളിയിൽ ചെന്നു. ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു 10-200 പേര് കൂടിയിട്ടുണ്ട്. ഞാനും എൻ്റെ 4 മക്കളും ഭാര്യയും കൂടെ വാനത്തിൽ കൂടെ നടന്നാണ് പോകുന്നത്. സ്നാനം വെള്ളത്തിൽ മുങ്ങി ശുദ്ധിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഈ സ്നാനം പുതിയ കുടുംബങ്ങൾ വന്ന് സ്നാനം വെക്കുമ്പോൾ അവിടെ വലിയ സത്യം വലിയ മനുഷ്യനൊക്കെ നടക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എവിടെയെന്നോ ഒരു പാർശ്വ ചെറുപ്പക്കാരൻ ഒരു പാർശ്വ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം കയറി വന്ന് പറഞ്ഞു പുതിയ ആൾക്കാർ എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. ഞാനും മക്കളും എഴുന്നേറ്റ് വന്ന് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും ആളുകളോട് എല്ലാവരും കൈകൂട്ടി ഞങ്ങൾക്ക് പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച്. എന്നിട്ട് ഇദ്ദേഹം പ്ലാറ്റ്ഫോമിലോട്ട് കയറി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. 1.5 മണിക്കൂർ പുള്ളി പ്രഭാഷണം നടത്തി. 1.5 മണിക്കൂർ ഞാൻ വായി നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം ഈ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കള്ള പറഞ്ഞ യേശുവിലേക്ക് കൊണ്ട് അവസാനിപ്പിച്ച്. ഈ കല്ല് യേശുവിലേക്ക് കൊണ്ട് അവസാനിപ്പിച്ച് ഇദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. അവസാനം പുള്ളി പറഞ്ഞ് അപ്പൊ ഈ പാസ്റ്റർമാർ പുള്ളിയോട് പറഞ്ഞു കാണും ഈ ഉടക്കിന്റെ കാര്യമൊക്കെ. അപ്പൊ പുള്ളി പൊതുവെ പറഞ്ഞ് എല്ലാ വീടുകൾ പവർ സന്ദർശിച്ച് പോകുന്ന പാസ്റ്റർമാർക്കൊന്നും എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിവില്ല. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണമെന്ന് പറഞ്ഞ് എന്നോട് ആ പുള്ളി ചിലപ്പോൾ എന്നോടായിരിക്കും പറഞ്ഞത്. പക്ഷേ അതിന് പിന്നെ മനസ്സിലായി എന്നോടായിരിക്കുമെന്ന്. ഞാനൊരു തോണ്ടിയുണ്ടായിരുന്നു. പടച്ച തമ്പുരാന് ആ ഭയം എനിക്ക് എവിടെ നിന്ന് കിട്ടും എനിക്കറിയില്ല. ഞാൻ ബൈബിളിൽ വരച്ച് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 24 അധ്യായമാണ്. ഞാൻ ഈ ലോകത്ത് നിന്ന് പോവുകയാണ്. ഞാൻ പോയാൽ സത്യാത്മാവെന്നൊരു കാര്യസ്ഥനെ പിന്നെ അയക്കും. അത് എത്ര ഞാൻ ഓർമ്മയില്ല, 14-16. ഞാൻ പോയാൽ സത്യാത്മാവെന്നൊരു കാര്യസ്ഥനെ ഇവിടെ അയക്കും. അവൻ ഈ ലോകത്തിൽ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവൻ സ്വന്തമായി ഒന്നും സംസാരിക്കുകയില്ല. ഈ ആൾ വന്ന് ഞാൻ ബൈബിൾ വരച്ചുകൊണ്ട് ഇപ്പോഴും ബൈബിൾ മഷിക്കൊണ്ട് വരച്ചോണ്ടായത്. ഈ വചനം വായിച്ചപ്പോൾ എല്ലാവരും ബൈബിൾ തുറന്നു നോക്കി വായിച്ച് ഈ ആൾ വന്ന് പോയോ ഭാഷ എന്ന് ചോദിച്ചു. ഇങ്ങാര് അങ്ങാരുടെ ആ ദേഷ്യത്തിന് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കാൻ പറഞ്ഞ അയാളുടെ കൈ താഴ്ന്നതിന് ഞാൻ താഴെ ഇരുന്ന് പേടിച്ചു പോയി. ഇരുന്നപ്പോഴത്തേക്ക് ഇയാളങ്ങ് വല്ലാതായി. ഇയാളുടെ മുഖമൊക്കെ വല്ലാത്ത അവസ്ഥ വന്ന് ഇയാൾ ഒരു പാട്ടും പാടി സഭ അവസാനിച്ച് പള്ളി റൂമിലേക്ക് പോയി. ഞാൻ അവിടെ നിന്ന് ചോദിച്ചടാ ഇയാളെ ദേഷ്യപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വല്ല വിട്ടുതരം വിളിച്ച് പറഞ്ഞോ. വീണ്ടും ഞാൻ ബൈബിൾ നോക്കിയിട്ടില്ല. അയാൾ പള്ളിമുറി പോയിരുന്നുണ്ട്. അയാൾ പറഞ്ഞ് നിങ്ങൾ ആ പുതിയ ആളിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഇയാള് ഇവർക്ക് എന്താ പള്ളിമുറിൽ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റുള്ള വലിയ ആദരവാണ് ഇവർക്ക്, വലിയ ആളല്ലേ. ഞാൻ കയറി ചെന്നപ്പോ ഇതുപോലെ ടീപ്പപ്പുറത്ത് കുറച്ച് നാരങ്ങ ഒരുകൊണ്ട് 2-3 പാസ്റ്റർമാർ അപ്പുറം നിൽക്കുന്നുണ്ട്. ഞാൻ ആ വാലിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഇയാൾ പറഞ്ഞു എടോ ഇത് നിയമസഭയല്ല ദൈവസഭയാന്ന് പറഞ്ഞ്. ഞാൻ തടഞ്ഞു പോയി. ഇയാൾ പെട്ടെന്ന് പറഞ്ഞപ്പോ താനും തഞ്ചിട്ട് വന്നു പറഞ്ഞാൽ തോക്കിനകത്ത് കയറി വെടിവെക്കുന്നു ചോദിച്ചു. ഇയാൾ വിശ്വസിക്കണം തർക്കിക്കുകയല്ല വേണ്ടത്. ഇയാൾ ആകെ പാടെ എന്നെ പച്ചിലെ അങ്ങ് വിരട്ടി. പക്ഷേ കുറച്ചു നേരം കരുതപ്പോഴത്തേക്ക് എന്റെ കണ്ണ് ഞാൻ അറിയാൻ ഞാൻ കരഞ്ഞുപോയി. കാരണം ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നമ്മളെ എന്താ ഇൻസൾട്ട് ചെയ്യുകയാണല്ലോ. ഞാൻ കരഞ്ഞു. എന്റെ കണ്ണീര് ഇങ്ങനെ ഒരുക്കിപ്പോയി. അപ്പോഴത്തേക്ക് ഇവിടെ വരാറുള്ള ഭാഷന്മാർ പറഞ്ഞു അപ്പൊ അക്ഷരപ്പെട്ട അയാളെ പുതിയ ആളല്ലേ വിടാൻ പറഞ്ഞു. അതാ പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് നാരങ്ങ വെള്ളം ഇരിക്കുക നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ആ രംഗമൊക്കെ എന്റെ മനസ്സിൽ കണ്ണാടി പോലെ വരികയാണ്. ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ എന്റെ അന്തരാത്മാവ് എന്നോട് പറഞ്ഞു ഇത് കുടിക്കണ്ട, ഇയാളോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അത് തന്നെ ചോദിക്കുകയാണ്. എനിക്കിതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല, എങ്ങനെ സംഭവിക്കാൻ എനിക്കറിയില്ല. ഞാൻ അത് തന്നെ ചോദിക്കുകയാണ്. ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അത് പരിശുദ്ധാത്മാവാണ്, സത്യാത്മ പരിശുദ്ധാത്മാവ്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ സ്നാനം ഏറ്റതിന് ശേഷം ആ പരിശുദ്ധാത്മ നിങ്ങളിലേക്ക് പ്രാപിക്കും. നിങ്ങൾക്ക് രോഗികൾ സൗഖ്യം കൊടുക്കാം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം. ഇതൊക്കെ സാമ്യമായിട്ട് പറഞ്ഞു. നാരങ്ങ വെള്ളം കുടിച്ചേക്കാന്നൊക്കെ ഞാനങ്ങ് ചിന്തിച്ച് ഇത് കുടിച്ചിട്ട് ക്ലാസ് ഇങ്ങനെ എടുത്തിട്ട് പിന്നെയും വെച്ച്. പക്ഷേ എനിക്കൊരു സംശയങ്ങളുണ്ട്. എന്താ ചൂടുണ്ട്, ആർക്കും കാണാൻ കഴിയുന്നില്ല. തണുപ്പുണ്ട്, കാണാൻ പറ്റുന്നില്ല. വായുവുണ്ട്, കാണാൻ പറ്റുന്നില്ല. കാണാൻ വയ്യാത്തൊരു വസ്തുവിനെ, നമുക്ക് ജീവനുണ്ട് ആത്മാവുണ്ട്, അതിന് കാണാൻ പറ്റില്ല. കാണാൻ വയ്യാത്തൊരു വസ്തുവിനെ എങ്ങനെ അവനെന്ന് അവളെന്ന് സ്ത്രീലിംഗവും പുല്ലിംഗവും പറയുന്നു ചോദിച്ചു. ഇതാ സത്യാത്മാവെന്ന കാര്യസ്ഥൻ അവൻ ഇവിടെ വരും. അവൻ സ്വന്തമായി ഒന്നും പറയില്ല. അവൻ കേൾക്കുന്നതൊക്കെയും പറഞ്ഞു തരും. ഭാവത്തെക്കുറിച്ച് നീതി അവൻ ലോകത്തിന് ബോധ്യം പറ്റും. ചൂടിനെ ആരെയും അവനെ വിളിക്കുക, ആത്മാവിനെ പിന്നെ ജീവനെ ആരെങ്കിലും അവനെ അവന്ന് വിളിക്കുക. ഇത് അവനെന്ന് 5 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഇതൊരു പുരുഷനാണ് മനുഷ്യനാണെന്ന് പറഞ്ഞ് ഇയാള് കസേര അങ്ങോട്ട് പുറത്തോട്ട് തള്ളി വിട്ടിട്ട്
ഇയാൾ കപട വിശ്വാസിയാണെന്ന് പോയി ഇയാൾ ചാടി അങ്ങ് ഇയാൾ ശരിയല്ല കപട വിശ്വാസിയാൻ പറഞ്ഞ ഒറ്റ ചാട്ട ഒരു എഴുന്നേക്കാണ്. ഞാൻ അതേ സ്പീഡിൽ എന്റെ ഞാൻ എന്താ വിഷമമൊക്കെ അങ്ങ് മാറി അതേ എമർജൻസി ചാടി എഴുന്നേറ്റ് കസേര തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ശരിയല്ലെങ്കിൽ താനും ശരിയല്ല, തന്റെ ബൈബിളും ശരിയല്ല എന്ന് പറഞ്ഞു. താൻ പറയുന്നത് വിശ്വസിക്കാൻ വന്നവനല്ല ഞാൻ. ഈ മഹാപ്രപഞ്ചത്തിനൊരു ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? ആരാണ്? ആണാണോ പെണ്ണാണോ? പക്ഷിയാണോ പട്ടിയാണോ മൃഗമാണോ മലയാണോ മരം? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഒരു യാത്ര ചെയ്യുന്നൊരു സഞ്ചാരിയാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞാൻ പോകണം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വരുന്ന പാസ്റ്റർമാർ പുറകെ ഇപ്പം ഭാര്യ മക്കളെല്ലാം അവിടെ ഊണിന് തയ്യാറായി നിൽക്കുകയാണ്. വടി വരാൻ എല്ലാവരും വിളിച്ചു. മക്കളെ 4 പേരെയും വിളിച്ച് ഭാര്യയും വിളിച്ചു. ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ പാസ്റ്റർമാർ ചോദിച്ചു, സഹോദരൻ നിങ്ങൾ പോവുകയാണോ? നിങ്ങൾ വെള്ളത്തിൽ മുങ്ങണ്ടെന്ന് ചോദിച്ചു. സ്നാനം വെക്കട്ടെ. ഞാൻ പറഞ്ഞു പമ്പയാർ എന്റെ മുറ്റത്തോളാണ് വരുന്നത്, ഞാൻ അവിടെ മുങ്ങിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ മറുപടി പറഞ്ഞു. പമ്പയാർ ഇതല്ലേ അങ്ങോട്ട് പോകുന്നത്, ഇത് താഴെയാ, ഇതിന് 14 കിലോമീറ്റർ താഴെയാ സംഭവം. പമ്പയാർ എന്റെ മുറ്റത്തോളാണ് വരുന്നത്, ഞാനവിടെ മുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും നടന്ന് 14 കിലോമീറ്റർ നടന്ന് വീട്ടിൽ വന്ന് ആവശ്യത്തിന് വിശന്ന് വീട്ടിൽ വന്നങ്ങ് വീണു ഉടനെ എന്റെ ഭാര്യ എന്നെ ഉമ്മയോട് ചോദിച്ചു. ഉമ്മ ചോദിച്ചു എന്നാ മോളെ? ഓ എന്റെ കുഞ്ചാന്ന് അവിടെ, ഈ കുഞ്ചാൻ അവിടെയും പോയി കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞു. അവിടെയും പോയി കുഴപ്പമുണ്ടാക്കി, ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളതും കളഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് യൂസഫ് വീണ്ടും വന്നിരിക്കുക ചോദ്യമായിട്ട്. ഞാൻ വന്ന വരെ ഇവിടെ കൂടെ യേശുവിന്റെ പടവും മറിയമ്മിന്റെ കുറെ ചിത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ഒഴിവാക്കി പുസ്തകം കൊണ്ട് പൊഞ്ഞോളാൻ പറഞ്ഞു, എടുത്തു കൊടുത്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഇത് എവിടെ ചെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ യൂസഫ് വീണ്ടും വന്നതിനോട് ചോദിക്കുക, ചാച്ചേ അയ്യപ്പൻ ദൈവത്തിനെ കളഞ്ഞ്, ശിവൻ ദൈവത്തിനെ കളഞ്ഞ്, പിന്നെ ദേവി ദൈവങ്ങളെല്ലാം കളഞ്ഞ്, കൃഷ്ണൻ ദൈവത്തിനെ കളഞ്ഞ്, ഇപ്പോൾ ആണ്ട് യേശു ദൈവത്തിനെയും കളഞ്ഞ് മറിയുമ്പോൾ ഇനി നമുക്ക് ഏതാ ദൈവം? ഇനി ഏതാ ദൈവം എന്ന് എങ്ങനെ സങ്കടം വരും. എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഇവനെ ഞാൻ പിടിച്ച് ഇത് പാടാന്ന് പറഞ്ഞു. ഇവിടെ വെച്ചാ നിനക്ക് ദൈവത്തെ കാണിച്ചു തരാം. നീ പണ്ട് ശബരിമല വെച്ചൊരു കുഴപ്പം ഉണ്ടാക്കിയത് ഇവിടം വരെ എത്തിയത്, ഇപ്പം നിനക്ക് ദൈവത്തെ കാണണം, ആ ദൈവത്തെ കാണിക്കാന്ന് പറഞ്ഞു. എന്റെ മാപ്പ ചില മത്തിയൊക്കെ കഴിച്ചിട്ട് വെഞ്ചടി ഇങ്ങനെ കിടക്കുക കൈയും കുത്തി. ഉമ്മ അവിടെ ഇരുന്ന് മുറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു, എടാ അത് ആ കിടക്കുന്ന ഇവിടുത്തെ വലിയ ദൈവം, ആ കിടക്കുന്ന പിന്നെ അതിന്റെ തള്ള ദൈവം, ഞാൻ നിങ്ങളുടെ തള്ള ദൈവം, ഉമ്മച്ച് നിങ്ങളുടെ തള്ള ദൈവം, നിങ്ങളെല്ലാം കുട്ടി ദൈവങ്ങൾ, മേലായതിനോട് ദൈവത്തിന്റെ കാര്യം ചോദിച്ചേക്കെന്ന് പറഞ്ഞു. അവിടെ അവിടുന്ന് ഞാൻ നിരാശനായി, നിശബ്ദനായി, നിശബ്ദനായി. എവിടെ പോയി അന്വേഷിക്കും? ഇനി എവിടെ പോയി അന്വേഷിക്കുക ദൈവത്തെ കുറിച്ച്? ഇനി വഴിമുട്ടിയെല്ലാം 10 വർഷം പിന്നിട്ട് 10 വർഷത്തെ അധ്വാനം വിലവായി. ഈ 10 വർഷത്തോളം നിങ്ങൾ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ധനം കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കുകയായിരുന്നു, സമയം കൊണ്ടും. ദൈവം എന്ന് പറയുന്നതല്ല, ദൈവത്തിന്റെ റൂട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ലല്ലോ. ഹൈന്ദവത്തിൽ ദൈവമേ എന്ന് വിളിക്കുന്ന അവിടെ വേറെ ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് രൂപത്തില് ആ ദൈവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കൊക്കെ വിലഹീനതകൾ കാണുന്നത്. ക്രൈസ്തവ മതത്തിൽ പിന്നെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അവിടെ ദൈവമേ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അവിടെ വേറൊരു ദൈവം യേശു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ അവിടെ വേറൊരു ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് ആ ദൈവത്തെ ഒരുപാട് ബലഹീനതകൾ കാണുന്നത്. മരിക്കുകയും ഉറങ്ങുകയും കിടക്കുകയും മനുഷ്യർക്കുള്ള ബലഹീനത അത് ദൈവത്തിന് പാടില്ല എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ മനസ്സിലാണ്. ഒരു ദൈവത്തിന് ഉള്ള യോഗ്യതയല്ലത്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മളീ കാണുന്ന പ്രപഞ്ചമൊക്കെ സൃഷ്ടിക്കുന്ന ദൈവം അങ്ങനെയുള്ള ആളാകാൻ പാടില്ലല്ലോ. ഇതായിരുന്നു എന്റെ അന്വേഷണം. പക്ഷെ എന്റെ അന്വേഷണം വഴിമുട്ടി. പിന്നെ അവിടെ അന്വേഷിക്കുക ഇസ്ലാം മതത്തെക്കുറിച്ച് ഈ ഊരുകളിലും അന്നും ഇന്നും ശബ്ദിക്കാൻ പറ്റത്തില്ല. കാരണം ഇസ്ലാം മതത്തിനെ അത്ര ഒരു വൃത്തികെട്ട വിരൂപമായ ഭീകരമായ ഒരു രൂപമാണ് ഇന്ന് ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഊരിലും ഇവിടെ പിന്നെ ഈ കച്ചവടക്കാരൊക്കെ വന്നാൽ അന്ന് ഞങ്ങളുടെ വാപ്പായും ഉമ്മയൊക്കെ പരടച്ച് അകത്ത് കയറും. ഈ മുസ്ലിങ്ങൾ വന്നാൽ മുസ്ലിങ്ങളെ കാണുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു രീതിയിലാണ് മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് ഇസ്ലാം അന്വേഷിക്കേണ്ട കാര്യവുമില്ല. അല്ല, ഇവിടെ ഈ ഒറ്റപ്പെട്ട ഈ ട്രൈബൽ കോളനിയിൽ മുസ്ലിങ്ങളോട് അത്തരം ഒരു വെറുപ്പുണ്ടാവുന്ന ഒരു അവസ്ഥ എങ്ങനെ വന്നു? ഇസ്ലാം മതത്തെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റായ ധാരണ എങ്ങനെ കിട്ടി? അത് മറ്റുള്ള പറയല്ലോ. അവര് വെട്ടുന്നവര്, അത് ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ അവര് വെട്ടുന്നവര്, വാളം കൊണ്ടിരിക്കുന്ന വെട്ടുന്നവര്, അവർക്ക് ദൈവമില്ല. പള്ളി ദൈവത്തിന്റെ രൂപമൊന്നുമില്ലല്ലോ. അവര് യുദ്ധന്മാർ പാകിസ്ഥാനൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ എന്തോ മുസ്ലിങ്ങളെ ഈ സമൂഹത്തിന് വളരാത്ത ഒരു സാധനമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനും പോയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഈ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലൊന്നും നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല, ഇസ്ലാം മതത്തിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ നിരാശനായിട്ട് കഴിയാണ്.
പിന്നെ എൻ്റെ വനത്തിലേക്ക് പണിക്ക് പോയി. വനത്തിൽ പണിയാണ്, വനത്തിൽ കുറേ ആൾക്കാരുമായിട്ട് വനത്തിലേക്ക് പണിക്ക് പോകുന്നത്. പക്ഷേ അവിടെ വെച്ച് ഞങ്ങൾ ഈ വൈകിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് മലയീശ്വരന്മാർക്കൊക്കെ മുറുക്കാനും നിവേദ്യം വെച്ച് പിന്നെ പൂജ ചെയ്യും. എന്താണ് രാത്രി കിടന്നുറങ്ങുമ്പോഴേ ആന, കടുവ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ചെയ്യും. അന്നേ ഒരേ ദിവസം ഒരാൾ രാത്രി മുഴുവൻ ഉറക്കളച്ചിരിക്കണം. ബാക്കി ഒരുപാട് ജോലിക്കാരുണ്ട്. ഇവരെല്ലാം വാഹനത്തിലിങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ ഒരാൾക്ക് ടേൺ വെച്ച് ഒരാൾ ഉറങ്ങാതിരിക്കണം. ആനയെ വല്ലതും വന്നെങ്കിൽ അന്നത്തെ ടേൺ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഉറങ്ങായിരുന്നോളാം, നിങ്ങളെല്ലാം കിടന്നോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ അളിയനോട് പറഞ്ഞു, കുഞ്ഞാ മലയ്ക്ക് മുറുക്കാൻ വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മുറുക്കാൻ നമുക്ക് നീ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ വെച്ചിട്ട് ഇപ്പം ഞാനൊരു പാറയുടെ മണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ വാനത്തിനകത്തൊരു പാറയുടെ മണ്ട ഇങ്ങനെ മലന്ന് കിടക്കുക. ഞാൻ ഈ ആകാശത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ അരിപുരിയുന്ന പോലുള്ള നക്ഷത്രങ്ങൾ. ഇതൊക്കെ എവിടെ നിന്നുണ്ടായത്? ഇത് നേരം വിളക്കുമ്പോൾ കാണുന്നില്ല. ഇതെങ്ങനെ ഇതാര് കത്തിക്കുന്നു? വീണ്ടും ഇതേ ചിന്തയിലേക്ക് അങ്ങ് വരുവാണ്. ഇതാരാ ഇത് കത്തിക്കുന്നത്? ഈ നക്ഷത്രങ്ങളല്ലേ ഇതാരാ കത്തിക്കുന്നത്? ഇതൊക്കെ എന്തുവാണ്? രാത്രി എനിക്കങ്ങ് ചിന്തകളങ്ങും. ഞാൻ തലയിലൊക്കെ അന്ന് ഭയങ്കര തലമുടിയായിരുന്നു. അന്ന് പൊഴി പോയതല്ല. ഈ 10 വർഷം കൊണ്ട് എന്നെ മുടി പോയത് മുഴുവൻ. എന്റെ ഫോട്ടോ എടുത്ത് നോക്കാൻ നിങ്ങൾ കാണിച്ചുതരാം. ചീപ്പിറങ്ങാൻ തലമുടിയായിരുന്നു എനിക്ക്. ഈ ചിന്തകൾ അലട്ടി തല മുഴുവനും വെളുത്തു പോയതാ. ഇങ്ങനെ വനത്തിൽ വെച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ വനത്തിൽ വെച്ച് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാട്ടുമൃഗങ്ങളും കടുവയൊക്കെ ആനയൊക്കെ കാരണമൊക്കെ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനൊക്കെ ഓരോന്ന് ചിന്തിച്ച് എനിക്കങ്ങ് വല്ലാത്തൊരു, ഞാനെന്റെ കൈകളിലേക്ക് നോക്കും. എന്റെ കൈകളിലേക്ക് എനിക്ക് നോക്കാറുണ്ടായിരുന്നു അന്നൊക്കെ. ഈ വിരളൊക്കെ ഇങ്ങനെ മടങ്ങി വരുന്നു, പിടിക്കാനിങ്ങനെ മടങ്ങി വരുന്നു. എന്താ നമ്മുടെ ഈ നാക്കിന് ഇത്ര നീളമല്ല, ഈ നാക്കെ കൂടെ എന്തെല്ലാം മധുരമായ ശബ്ദം വരുന്നു, പാട്ട് പാടുന്നു, അതേ നാക്കുകൊണ്ട് ചീത്ത വിളിക്കുന്നു, അതേ നാക്കുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുന്നു. ഇതിന്റെയൊക്കെ ഉള്ളിൽ ഇതൊക്കെ എന്തൊക്കെയോ മറിഞ്ഞിരിപ്പുണ്ടല്ലോ. ഇതെങ്ങനൊന്ന് വെളിപ്പെടുത്തുക, എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളൊരു, പിന്നെ ആ ലോകത്തേക്കായി പോയി. ഞാൻ 10-12 വർഷം ആ ലോകത്തേക്ക് ആയിപ്പോയതാണ്. എന്തിനിവിടെ വന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നുള്ള ചിന്ത ഒരു നിമിഷം ചിന്തിക്കുന്നവർക്ക് ഇത് ചിന്തിച്ചേ പറ്റൂ. അത് ചിന്തിക്കാത്തതുകൊണ്ടാണ് കുഴപ്പം. ഇത് എന്താണെന്ന് വെച്ചാൽ പൂർവികരൊക്കെ ഓരോ മാതൃകൾ കാണിച്ചു കൊടുക്കും. ഞാൻ കാണിക്കുന്ന ആളുടെ എന്റെ മക്കൾ കാണിക്കുന്നത് ആ വഴി തരുന്നു. പക്ഷെ അവർ അന്വേഷിക്കുന്നില്ല. ഇത് യേശുവിന്റെ ചില വചനങ്ങളുണ്ട്. നിങ്ങൾ അന്വേഷിക്കും, കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ന്യായിക്കും കിട്ടും. യേശു ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ റൂട്ടിലേക്ക് അങ്ങ് പോയി. യേശു പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കുക, ഇവരെ കിട്ടുന്നതൊക്കെ അന്വേഷിക്കുക. എത്രയോ ആൾക്കാരുമായിട്ട് ഞാൻ ഇങ്ങനെ വണ്ടിക്കൂലി മുടക്കി ദൂര സ്ഥലത്ത് പോയിട്ടുണ്ട് ചിലരെ കാണാൻ വേണ്ടി, ചില ചോദ്യങ്ങളുമായിട്ട്. പക്ഷെ അവിടെ നിന്ന് എനിക്കൊരു തൃപ്തി വന്നില്ല. പക്ഷെ ഇസ്ലാമത്തിൽ ആരും പറഞ്ഞിട്ടുമില്ല, ആരും പറഞ്ഞില്ല. അവസാനം ഞാൻ എല്ലാം നിർത്തുന്ന സമയത്ത് അസ്വസ്ഥനായിപ്പോയി. എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് മനുഷ്യരോട് കൂടുതൽ സംസാരിക്കുന്ന ദൈവവിശ്വാസത്തിൽ പറയുന്നവരെ ഞാൻ വെറുക്കാൻ തുടങ്ങി. ഇവിടെ ദൈവമൊന്നുമില്ല. അന്വേഷണം പിന്നെ വഴിമുട്ടിയല്ലോ. ദേവനും ഒന്നും ഇവിടെ ഇല്ല. നിരീശ്വരവാദം. അങ്ങനെ എനിക്കൊരു വീട്ടുകാർക്കൊക്കെ ഒരു മെന്റല വട്ടാന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവളെ അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിപ്പോയി. കാരണം ശബ്ദം കേൾക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോഴി കോനൊക്കെ ഇവിടെ ഞങ്ങൾ കാക്ക വന്നാൽ ഭാര്യ ഓടിക്കും. കാക്ക അലയ്ക്കുന്ന റേഡിയോ പാടുന്ന റേഡിയോ ഒക്കെ മാറ്റി പാത്രങ്ങൾ ഇങ്ങനെ ഇപ്പം ചിന്തകൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഉറക്കമില്ലാതായിപ്പോയി. വലിയ അന്വേഷണം വഴി വിട്ടപ്പോൾ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു. ദൈവം എന്നൊന്നുണ്ടെങ്കിൽ ആ പാതയിലേക്ക് എന്നെ ദൈവം തന്നെ വഴി കാണിച്ചു തരട്ടെ. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഞാൻ അങ്ങെല്ലാം അവസാനിപ്പിച്ചൊക്കെ പാട്ടുപെട്ടി മടക്കി അന്വേഷണം പൂർത്തീകരിച്ച്. ഇവിടാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്റെ ഈ അന്വേഷണം ദൈവം തന്നെ വഴി തുറന്നു കാണുന്നു. ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത് ഈ ലോകത്തിലെ ഒരു മുസ്ലിങ്ങൾക്ക് പോലും ഒരു പങ്കുമില്ല. ഒരാൾക്കും തന്നെ ഒരു പങ്കുമില്ല. ഒരാളും വന്ന് നിങ്ങളുടെ അടുത്ത് 1995 ജൂൺ മാസം 4-ാം തീയതി നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചാത്തന്തറ ടൗണില് ഒരു കടയിൽ ഇപ്പോൾ ഹക്കീം ബേക്കറി എന്നാ പറയാ. അതൊന്ന് വീടിക്കടയായിരുന്നു, ഹക്കീം ബേക്കറി. ഞാൻ അവിടെ യാത്ര പോയിട്ട് വന്ന് ആ കടയിൽ കയറി. അവിടെ കയറി വീഡിയോ സിഗരറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ ഇതിനകത്ത് ഈ വീടിപ്പെട്ടിക്കകത്തൊരു പുസ്തകം കിടക്കുന്നു. അതിന് കാരണവും മഴയാണ്. ഞാനിങ്ങനെ എന്താ കട്ടാലും വായിക്കാറുള്ള സ്വഭാവം ഉണ്ടല്ലോ. ഈ പുസ്തകം എടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഇസ്ലാമിക പ്രിന്റഡ് കോഴിക്കോട്. ആ പുസ്തകത്തിന്റെ ഫ്രണ്ടില് ഒരു തൊട്ടിൽ കാണാം. ഒരു തുണിക്കകത്ത് ഒരു കൊച്ചു കിടക്കുന്നത്, ഒരു കൊച്ചുകുട്ടി. അപ്പുറത്തൊരു കട്ടിലുമുണ്ട്. പുസ്തകത്തിന്റെ പേര് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ. ഇത് വാങ്ങിച്ചപ്പോൾ ഇസ്ലാമിക പ്രിന്റഡ് കോഴിക്കോടെന്ന് വാങ്ങിച്ചപ്പോഴേ ഞാൻ മടക്കി. നമുക്കിത് കാണേണ്ട കാര്യമില്ലല്ലോ.
ഇസ്ലാമല്ലേ. അപ്പൊ ഞാൻ അരമതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മഴയൊന്ന് കുറഞ്ഞാൽ ഇറങ്ങി പോകാമെന്ന് കൊണ്ട് ഇങ്ങനെ അലസ്യമായിട്ട് ഞാൻ ഈ പിന്നെ പേജുകളെ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും മഴ പെയ്യുന്നുണ്ട്, മഴ ശക്തി അങ്ങ് കൂടി. അങ്ങനെ ഇതിനകത്ത് നോക്കുകയാണ്. ഞാൻ ആദ്യം വായിക്കുന്നത് മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം, നിങ്ങൾ പിതാവിനോട് പിന്നെ സൗമ്യമായി ഇടപെടണം, അങ്ങനെ കുറെ അയൽവാസി പട്ടിണി കിടന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അള്ളാഹു കാണുന്നുണ്ട്, അവൻ വീക്ഷിക്കുന്നുണ്ട്. ഏതാണ് ഈ അള്ളാഹു? അവിടെയാണ് ഞാൻ ആദ്യമാദ്യം വായിക്കുകയാണ്, അള്ളാഹു എന്ന് വായിക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ ആ പുസ്തകം ഇവിടെ ഇതെന്താ, പിന്നെ പേജ് മറിച്ച് കുറെ പേജ് മറിച്ചപ്പം എന്റെ 10 വർഷത്തെ അന്വേഷണത്തിന്റെ ഉത്തരങ്ങൾ 28 പേജുള്ള പുസ്തകത്തിന്റെ പകുതി ഭാഗം കൊണ്ട് പൂർത്തീകരിക്കുകയാണ്. 10 വർഷത്തെ അന്വേഷണത്തിന് നാടും പണവും മുടക്കി, ശരീരവും മുടക്കി, സമയവും മുടക്കി ഓട്ട ഒരു വീടിപ്പെട്ടിയിൽ നിന്ന് 28 പേജുള്ള പുസ്തകത്തിന്റെ പകുതി ഭാഗം കൊണ്ട് പൂർത്തീകരിച്ച് മറുപടി വരികയാണ്. പുസ്തകം എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. ഞാൻ കൊടുത്ത പുസ്തകം മുഴുവൻ വായിച്ചടാ ഗബീറെ, ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. തുടക്കമാണ്, ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ. ഇവിടെ നിനക്കെന്തിനാണ് ഞങ്ങളെ പുസ്തകം എന്ന് ചോദിച്ചു. അയ്യടി ഞങ്ങളുടെ പരിചയമുണ്ട്, ഞങ്ങളുടെ ആ വീടിയും നോക്കാനൊക്കെ വാങ്ങിക്കുന്ന കാറ്റുകടയാ, നിനക്കെന്താണ് ഈ പുസ്തകം, നിങ്ങൾ അവിടെ പോകുമ്പോൾ കടയിൽ നിന്ന് കയറിയിട്ട് പോകണം. അയാൾ ഇന്നും ആ വീടിപ്പെട്ടി ദിവ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഇന്നലെ ഞങ്ങളുടെ വന്നത് ആർക്കത് കൊടുക്കത്തില്ല വീടിപ്പെട്ടി. ഞാനിത് ഇവിടെ ഈ പുസ്തകം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വായിച്ച് രാത്രി ഇരുന്ന് മുഴുവൻ വായിച്ച് ഒരു 10-12 പ്രാവശ്യം അങ്ങ് വായിച്ചു. 28 പേജേ ഉണ്ടല്ലേ, തൊട്ടിൽ മുതൽ കട്ടിൽ ജലം മുതൽ മരണം വരെ എല്ലാം ടച്ച് ചെയ്ത് പോയിരിക്കുക. ഇതെന്തൊരു അത്ഭുതം അടച്ച തമ്പുരാനെ, ഞാനങ്ങ് ചിന്തിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നു. അള്ളാഹു അത് വായിച്ചു ഇവിടെ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. ഇനി പിന്നെ പുസ്തകം തിരക്കി പോക്കതായി. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകട്ടില്ലേ, ഒരു അടിമ, ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, അന്ന് ഞാൻ പറയുന്നത്, ഒരു അടിമ ഒരു നന്മയ്ക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി അവൻ നിലകൊണ്ടാൽ പടച്ചു തമ്മിൽ അവനെ അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. അത് വഴി മുടക്കത്തില്ല. അള്ളാഹു വഴി തുറന്നു തരികയല്ലേ. പിന്നെ ഞാൻ പുസ്തകം തിരക്കി പോവാണ്. അതായത് ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഇസ്ലാമിലേക്ക് ഒരാളുടെ കടന്നുവരവിനെ പ്രലോഭനത്തിന്റെ കാരണമായോ അല്ലെങ്കിൽ പ്രകോപനത്തിന്റെ കാരണമായോ നിർബന്ധത്തിന്റെ കാരണമായോ ഒക്കെ സമൂഹം അല്ലെങ്കിൽ മീഡിയകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെ പ്രലോഭനമോ പ്രകോപനമോ ഇതൊന്നും അല്ല, അതിലപ്പുറം ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരൂ എന്ന പ്രബോധനം പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. നിർബന്ധമായിട്ട് ഇസ്ലാമിയെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്ന പറയുന്നതിനകത്ത് ഒരു ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല. എന്റെ വിശ്വാസം അങ്ങനെ ആരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാൻ അങ്ങനെ പറ്റുന്ന എങ്ങനെ പറ്റില്ല, അത് നടക്കത്തില്ല. അത് വെറും എന്താണ്, ഇസ്ലാമിനെതിരെ സത്യത്തിനെതിരെയുള്ള ആഞ്ഞടിയാണത്, സത്യത്തിനെതിരെ. അതിനൊരു ഉദാഹരണമാണ് നിങ്ങളുടെ ജീവിതം. കാരണം നിങ്ങളുടെ അടുത്ത് ഒരാളും തന്നെ ഇസ്ലാമിന്റെ കാര്യവുമായി സന്ദേശവുമായി വന്നിട്ടില്ല, ഒരാളും സമീപിച്ചിട്ടില്ല. മാത്രമല്ല ഇസ്ലാമിന് അങ്ങേയറ്റത്ത് വെറുപ്പുമാണ്. അങ്ങേറ്റത്തെ വെറുപ്പാണ്. അങ്ങനെ ഞാൻ ഒരു മഴയും ഒരു പുസ്തകവും, പിന്നീട് ഞാൻ പുസ്തകങ്ങൾ അന്വേഷിച്ച് പല വീട് പോയി, പലതും ആരോടെ മുസ്ലിങ്ങളോട് ബന്ധമുണ്ടോ. ഞങ്ങൾ ഈ റബ്ബറെ കിടക്കുന്ന ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, കടക്കാര അണ്ണ ഇവിടെ പുസ്തകം വല്ല കിടപ്പുണ്ടെന്ന് ചോദിച്ചു. ഇവിടൊക്കെ അള്ളാഹുവിന്റെ പ്രപഞ്ചനാഥനായ തമ്പുരാൻ അവന്റെ സൃഷ്ടികളുടെ മേലുള്ള ഉത്തരവാദിത്വം പൂർത്തീകരിക്കുകയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു റബ്ബർ കടയിൽ പുസ്തകം വല്ല കിടപ്പുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാ സോമാ നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകം? ഞാൻ പറഞ്ഞു, വെറുതെ കാട്ടിലൊക്കെ പോകുമ്പോഴേ വെറുതെ വായിക്കാറെന്ന് പറഞ്ഞു. പുള്ളി നോക്കട്ടെ, ഒരു ഷെപ്പിന്റെ മണ്ടേന്ന് ഒരു 3 പുസ്തകം എടുത്ത് പൊട്ടിയെല്ലാം തട്ടി എന്നെ തന്ന്. ഞാൻ ഇവിടെ നോക്കിയപ്പം നോക്കണം, നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ഹൃദയം അറിയുന്ന പഠിച്ചപ്പോഴാണ്. തടവറയിൽ നിന്നും പള്ളിയിലേക്ക് അബ്ദുള്ള അടിയാർ ജയിലിൽ കിടന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആൾ പള്ളിയിലേക്ക് പോവുകയാണ്. അർത്ഥമുള്ള ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം കണ്ട. എന്റെ മനസ്സും അതുമായിട്ട് എത്ര കോർത്തിണക്കി. ഇത് മനസ്സിലാക്കി നടക്കുന്ന കാര്യമാണോ? അയാൾ തന്ന 3 പുസ്തകം ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതിനുശേഷം പിന്നെ പുസ്തകം തിരക്കാൻ നടപ്പുമായി. ഒരിടത്ത് ചെന്ന് പുസ്തകം ചോദിക്കാൻ നമ്മളെ ആരും പരിചയമുണ്ടോ. പിന്നെ ഇങ്ങനെ ടൗണിലേക്ക് പോയി. അപ്പൊ ഈ പള്ളികളിൽ ജുമാ നടക്കുന്ന സമയത്തൊക്കെ പുസ്തകം അവിടെ കൊണ്ട് വയ്ക്കാറുണ്ട്. അവിടെ ചെന്ന് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ പിന്നെ കിട്ടിയ മോചനത്തിന്റെ പാത ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയത്. പിന്നെ കിട്ടുന്ന ഇസബല്ല, ഒരു അച്ഛന്റെ മോൾ ഇസ്ലാം സ്വീകരിച്ചത്. ഇതൊന്നും ഞാൻ തിരക്കിപ്പോയത് എനിക്ക് കിട്ടുക വരികയാണ് ഇങ്ങോട്ട്. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ ആൾ മാറി. ഇസ്ലാമാണ് സത്യം, വേറൊരു സത്യവും ഇല്ല. ഈ 2 മതങ്ങളുടെ പഠനവും ഇസ്ലാമിന്റെ പഠനവും കൊണ്ട് ഞാൻ സ്വയം തീരുമാനിച്ച്, ഞാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല, ഞാൻ സ്വയം തീരുമാനിച്ച് ഇസ്ലാമാണ് സത്യം.
ഇതിന് തുല്യമായിട്ട് യാതൊന്നുമില്ല. അങ്ങനെ പിന്നെ മുസ്ലിം ആണോ? പറ്റുമോ? ഞങ്ങളുടെ കോളനിക്കകത്ത് പറ്റുമോ? മുസ്ലിമിന്റെ കാര്യം പറഞ്ഞാൽ പെടലി അപ്പോൾ പോയത് ചോദിക്കാമല്ലോ, പറ്റത്തില്ല. അത്ര വെറുപ്പാണ്. കുഴപ്പമില്ല. ഞാനിവിടെ 5 വർഷം പിന്നെ മയക്കി വെച്ചു, പിന്നെ പാട്ടും പ്രാർത്ഥന നടത്തിയിട്ട് ആരും ചോദിക്കപ്പെട്ടില്ല എന്നോട്. ഞാൻ ഇസ്ലാമായി കഴിഞ്ഞപ്പോഴത്തേക്ക് SP മുതൽ കേന്ദ്ര സർക്കാർ വരെ, കേന്ദ്ര സർക്കാരിന്റെ ഇൻജനീയർസ് വിഭാഗം വരെ എന്റെ വീട്ടിൽ വന്ന് ഇവിടുത്തെ സർവ്വ രാഷ്ട്രീയക്കാരും ജാതിക്കാരും മതക്കാരും മീഡിയക്കാരും പത്രക്കാരും ഒക്കെ എന്തായിരുന്നു ഇവിടെ, എന്തായിരുന്നു ചോദ്യോത്തരങ്ങൾ, എന്താണ് എന്റെ സംഭവം, ഇതെന്താണ് സംഭവം നിങ്ങൾ? ഞാൻ ചോദിച്ചു, ഞാൻ ഇവിടെ ലോകത്തിലെ ബോംബ് വെച്ചാ? പോലീസുകാരെ ഞാൻ ചോദിച്ചതാണ്. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിരുന്നു അധികാരികളിൽ നിന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ അന്വേഷണങ്ങൾ വന്നിരുന്നു എന്നൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു. ഇതിനുപരിയായി ഈ ഗ്രാമനിവാസികൾ, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള നിങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു? ഇസ്ലാം സ്വീകരിച്ച ആദ്യഘട്ടങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച് വന്നതിന് ശേഷം ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തതായിട്ട് ഗ്രാമവാസികളെല്ലാം കണ്ടിരുന്നു. അവർക്ക് തിരിച്ചറിയില്ല. അപ്പൊ അതിന് കുറെ പേരൊക്കെ എന്നെ എതിർത്ത്. പിന്നെ സ്വന്തം അമ്മാവൻ, കാരണം അമ്മാവന്റെ സ്ഥാനം വായിക്കേണ്ട ആള് ഞാൻ ഇതിലേക്ക് പോയി സഹിക്കാൻ. അമ്മാവനൊരു ശത്രുഭാഗത്ത് തന്നെ പാളയത്ത് തന്നെ നിലമുണ്ട്. മറ്റുള്ള ഗ്രാമവാസികളൊക്കെ ഇത് കുറേശ്ശെ മനസ്സിലാക്കിയപ്പോൾ അവരുടെ ശത്രുതയൊക്കെ മാറി. ഇത് പറഞ്ഞു പ്രേരിപ്പിക്കുന്ന ഇസ്ലാമായി കഴിഞ്ഞാൽ പിന്നെ കുടുംബബന്ധം പോവും, ആരും സഹകരിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. അതൊരു അങ്ങനെ സംഭവമില്ല. അവർക്കത് ജീവിതം കൊണ്ട് അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടു. അതെ, അതെ. ഇസ്ലാം നമ്മൾ ചിന്തിച്ചതൊന്നുമല്ല ഇസ്ലാം എന്നവർ നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് മനസ്സിലായി. ഇസ്ലാം എന്ന് പറയുന്നത് സമത്വമാണെന്നും സത്യമാണെന്നും നീതിയാണെന്നും മനസ്സിലായതോടുകൂടി ജനങ്ങളുടെ ശത്രുത കെട്ടടങ്ങി. അതുകൊണ്ടാണല്ലോ ഇവിടെ പള്ളി പൊളിക്കാൻ വേണ്ടി, ഇവിടുത്തെ ഈ പള്ളി വെച്ചതിന് ശേഷം പള്ളി പൊളിക്കാൻ വേണ്ടി ഒരു 10-50 പേരുകാർ ഈ പള്ളി വന്ന് വളഞ്ഞ്. ആര് വന്നു? പുറത്തുള്ള ഇവിടുത്തെയല്ല. പിന്നെ അവരുടെ ഒരു ഞങ്ങൾ ഇത്രയും പേര് പോയതിന്റെ വിദ്വേഷം കൊണ്ടാണ് ഈ പള്ളി പൊളിക്കാൻ വന്ന് പള്ളി വന്ന് വളഞ്ഞപ്പം അവരെ വളഞ്ഞത് ഈ ഗ്രാമവാസികളാണ്. എനിക്കൊരു ബന്ധുവില്ലാത്തവരാ, ഇസ്ലാമിലേക്ക് കടന്നു വരാത്തവരാ. ഇവരകത്തായിപ്പോയി. 3 ഘട്ടമായിട്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് പള്ളിക്കകത്ത്. അപ്പൊ ഈ ഗ്രാമവാസികൾ എനിക്ക് ബന്ധമില്ലാത്തവരൊന്ന് അവരെ വളഞ്ഞ്, നിങ്ങൾ ആരാണ് ഈ കോളനി കയറി കളിക്കുന്നത്? അവരെ അത് കാരണം അവർ പേടിച്ചത്, ഈ വന്നവർ പേടിച്ചത് ഞങ്ങളെയല്ല, ഇവിടുത്തെ ഗ്രാമവാസികളെയാണ് പേടിച്ചത്. അപ്പൊ അത് ഇസ്ലാം സത്യമല്ല, ഇതൊരു കൊള്ളരുതാത്തതാണ്. ഈ ഗ്രാമവാസികൾ അവരോടൊപ്പം കൂടുതലുള്ളൂ. അതെ, അപ്പോഴേക്കും അവർ മനസ്സിലാക്കിയിരുന്നു യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന്. അവർ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ ഗുണവും അവർ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പീഡനം. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പീഡനം എന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളി പാടില്ല എന്ന് ഗവൺമെന്റ് തലത്തിൽ ഇവിടെ പള്ളി വെക്കാൻ പാടില്ലെന്നും ഇസ്ലാം ഇവിടെ നിലനിർത്താൻ പാടില്ലെന്നും പറഞ്ഞ് ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് പേര് ഒപ്പിട്ട് ഇവിടെ നിന്നല്ല പുറത്തുള്ള അവര് പരാതിപ്പെട്ട് അങ്ങനെ പള്ളി പൊളിക്കാൻ വേണ്ടി പോലീസ് വന്ന് അത് ഞാൻ തടഞ്ഞു. അത് എളുപ്പമായിരുന്നു. തടച്ചില്ല. അവർ വരുന്നതും നിങ്ങൾ തടയുന്നതും തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ എളുപ്പത്തിലെല്ലാം അവസാനിച്ചു. അത് ഞാൻ ചാത്തന്തറ വരുന്ന സമയത്ത് എന്നോട് അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, നിങ്ങളിപ്പോ കോളനിലേക്ക് പോകണ്ട, ഇപ്പൊ പള്ളിയെല്ലാം പൊളിച്ചു കാണുമെന്ന് പറഞ്ഞു. അപ്പൊ പള്ളി ഇങ്ങനെ ബെൽറ്റ് പരുവത്തിൽ കിടക്കാണ്. നിങ്ങളെ പള്ളി കയറി, നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സംഭവിച്ചത് എനിക്ക് പ്രപഞ്ചനാഥനായ തമ്പുരാനായിട്ടുള്ള ബന്ധമാണ് ഇവിടെ രംഗത്ത് വരുന്നത്. ആ ബന്ധത്തിന്റെ പേരിലുള്ള ഒരു പ്രതിഷേധം അവിടെ വരുന്നാൻ പോകുന്നത്. ഞാൻ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തിനാ ഞാൻ ഇവിടെ പാത്തിരിക്കുന്നത്, ആരെ പേടിച്ച്. 10 വണ്ടി പോലീസ് അഞ്ചിന് മുന്നേ വന്ന്, എന്താ അഞ്ഞോട്ട് 10 വണ്ടി SP ജില്ലാ പോലീസ് സൂപ്രണ്ട് 10 വണ്ടി അഞ്ചിന് വന്നിരിക്കുന്നത്. ഞാൻ അവിടെ വരുമ്പോൾ സമയത്താണ്ട് ആ പള്ളിയുടെ ഫ്രണ്ടിൽ എന്റെ വാപ്പ ഒരു മനുഷ്യന്റെ രൂപ വളഞ്ഞ് എങ്ങനെ വളഞ്ഞ് കുനിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് SP മുമ്പിൽ നിൽക്കുകയാണ്. SP ഇങ്ങനെ റോഡ് തടി കൈകിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ മുഴുവനും ജനം നിറഞ്ഞ്, ജനവും പോലീസ് 10 വണ്ടി പോലീസുകാരും കത്തണം. അവര് വന്ന് ഈ ഒപ്പാടെ ഈ നിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്റെ മനസ്സ് വല്ലാതെയായി. എനിക്ക് ജന്മം തന്നെ വാപ്പാണ് നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഒരു തെറ്റ് ചെയ്ത മനുഷ്യനാണ്.
അദ്ദേഹത്തെ ഇങ്ങനെ കൂറിപ്പിടിച്ച് നിൽക്കുന്ന കാര്യം എന്താണ്? കൊലപാതകമോ വലിയ കൊലപാതകം നടത്തിയ രീതിയാണ് നിർത്തിയിരിക്കുന്നത്. കാരണം എന്നെ കടന്ന വാപ്പ ഓടി. അത് അവനാ മുസ്ലിം അവനോട് ചോദിക്കുന്ന വാപ്പ ഓടുമായിരുന്നു, പേടിച്ച് ഓടുമായിരുന്നു. ഞാൻ കറിയുണ്ട് എന്നോട് ചോദിച്ചു നിന്റെ പേരെന്താണ്? ആദ്യം ചോദിക്കുന്നത് നിന്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു ശംസുദ്ദീൻ. വേറൊരു പേരുണ്ടല്ലോ, അത് ഞാൻ കളഞ്ഞു. പിന്നെ അടുത്ത പുള്ളിയുടെ ചോദിച്ചു, എനിക്ക് രംഗങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നോട് ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഇത് പൂശിയിട്ടില്ല, സിമെന്റും ചുരുട്ടെ. ഞാൻ ചോദിച്ചു സിമെന്റും ചുരുട്ടെ കണ്ടാ സാറ് തിരിച്ചറിയില്ലെന്ന് ചോദിച്ചു. അതിന് പറഞ്ഞാണോ സിമെന്റും ചുരുട്ടെ കണ്ട ആർക്കാരും പേത്തത്? സിമെന്റ് ചുരുട്ടെ കണ്ടാ സാറിന് തിരിച്ചറിയില്ലെന്ന് ചോദിച്ചു. പുള്ളി ഒന്ന് അപ്പം പുള്ളിയുടെ ചിന്താഗതി ഇത് ആരാണ്? അവര് കേട്ടറിവ് ആദിവാസികൾ ഇതാണ് അവിടെ ഇവിടെ വേണം തെറ്റുന്നത്. ഇങ്ങനൊരു ചോദ്യമൊന്നും അവിടെ ഉത്തരം എന്തായാലും പ്രതീക്ഷ കാണില്ല. ഇത് മുമ്പാണെങ്കിൽ SP-യുടെ ഷൂവിന്റെ കീഴിൽ കിടക്കുകയുള്ളൂ നമ്മൾ, ഞാൻ ഉൾപ്പെടെ, വാപ്പ ഉൾപ്പെടെ അങ്ങനെ സൂചി നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ച് ഇത് എന്താ സിമെന്റ് ചൂടോട്ടം കാണാൻ സാധനം തിരിച്ചെടുത്തില്ലെന്ന് ചോദിച്ചു. പറഞ്ഞ ഇത് ആദിവാസി കോളനി, അവിടെ മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ പറ്റില്ല SP പറഞ്ഞു. ഞാൻ പറഞ്ഞ ആദിവാസി മൂപ്പനാ, എന്റെ പറമ്പിലാണ് വെച്ചിരിക്കുന്നത്, ഇത് പൊളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ SP-യോട് ചോദിച്ചു, സാറിന്റെ ജില്ലയിൽ, ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്, മേധാവിയാണ്, സാറിന്റെ ജില്ലയിൽ എവിടെല്ലാം നടക്കുന്നുണ്ട് വ്യഭിചാരം, കൊലപാതകം, മദ്യപാനം, പിടിച്ചുപറി, മോഷണം, മനുഷ്യന് അരാജകത്വം എവിടെല്ലാം നടക്കുന്നുണ്ട് സാറെ ചോദിച്ചു. സാർ എവിടെ പോയിട്ടുണ്ട് നീതിക്ക് വേണ്ടി ഇത്ര പോലീസ് സംഘമായിട്ട് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ ഇന്നലെ വരെ പട്ടിയെയും പാമ്പിനെയും കടിച്ച വിഷം വെക്കുന്ന പാമ്പിനെയും മൃഗത്തിനെയും മലയും മരത്തിനെയും ദൈവത്തിന്റെ സ്ഥാനത്ത് വെച്ച് പൂജിച്ച്, എന്നാൽ ഇതല്ല ദൈവം, എങ്ങനെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിനെ ആരാധിക്കപ്പെടണം. അതിനുവേണ്ടി എന്റെ സ്വന്തം പറമ്പിൽ ഞാനൊരു പള്ളി വെച്ചപ്പോൾ സാർ അത് പൊളിക്കുമല്ലോ, സാർ ഒരു ചുക്കും ചെയ്യാൻ സാറേ, ഇങ്ങോട്ട് വെക്ക സാറേ വെടിയെന്ന് പറഞ്ഞാൽ നിങ്ങളോട് എടുത്താണ് വിളിച്ചത്. ഈ പട്ടണസ് സാറ് SP-യുടെ മൂക്കിനെ പോയി അടിച്ചു. ഈ 5 പട്ടണസും പറിച്ചു പോയി. അത് ഞാൻ വെക്ക് സാറേ വെടിയുമ്പോൾ ഞാൻ കേട്ടിരുന്നത് വെക്ക് പുറകോട്ട് കാണുന്നത്. അതെന്താ നിങ്ങളെന്താ ഇത് പഠിക്കുന്നത്? ഇത് ചെറിയ കാര്യമാണോ? ഇത് ചെറിയ കാര്യമല്ല, ഞാൻ കണ്ടില്ല. അദ്ദേഹം ശരിയാണ് ചെറിയ കാര്യമായിട്ട് ഞാൻ അല്ല. അവസാനം ഇവിടെ വന്ന് പോലീസുകാർ വന്ന് SP നിർത്താൻ പറഞ്ഞ്, അല്ലാതെ കയ്യാലക്കുഴി പുള്ളി വീഴുമായിരുന്നു. സാറേ അവനിത് സാറ് ഇതിലൊരു ചുക്കും ചെയ്തല്ലോ പറഞ്ഞ്, ഇത് ഞങ്ങൾ മാർക്കും, ഇതിന്റെ മറ്റേ മയക്ക് കെട്ടി വെക്കും, ഇവിടെ ബാങ്ക് വിളിക്കും, ഇവിടെ മദ്രസ പഠിപ്പിക്കും, ഇവിടെ ജുമാ നമസ്കരിക്കും, 5 നേരം ബാങ്ക് വിളിക്കും, സാർ ചുക്കും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം ചെയ്തോളാൻ പറഞ്ഞു. ഇതാണ് നിൽക്കുന്നത് പറഞ്ഞ് വെടിവെക്കാൻ പറഞ്ഞു, സാറിന്റെ തോക്കിൽ വെടിവെക്കാൻ പറഞ്ഞു, തീർത്ത് പറഞ്ഞു. SP ഇവിടുന്ന് പറഞ്ഞു ഗോവ വയ്ക്കെന്ന് പറഞ്ഞു. ഗോവ വലിക്ക് പറഞ്ഞു അവനവിടെ പള്ളി വെക്കും, അപ്പുറം വെക്കും, എന്തൊരു ചേട്ടാ നമുക്ക് അവിടെ പോകേണ്ടത് പറഞ്ഞു. അങ്ങനെ പോലീസിനെ പേടണം. പിന്നെ പോലീസുകാർ പിടിച്ചതാ എനിക്ക് കേസിനകത്തുനിന്ന് ദിവസം പോലീസ് സ്റ്റേഷൻ, ഒന്ന് സർക്കിളിൽ ഒന്ന് പോലീസ് സ്റ്റേഷൻ, ദിവസം കേസ്, ഓരോ കേസുകൾ ഓരോരുത്തരുണ്ടാക്കുക, ഒരു കാര്യമില്ലാത്ത കേസുകൾ. SP എന്നോട് സർക്കിളിനെ വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെ ട്രോൾ നടന്ന് പത്രത്തിട്ട് ചോദിച്ചു, നീ ആ തലപ്പാറക്കോട്ടയിൽ നിന്ന് കൊച്ചുവേങ്ങല്ലേ? അതെ. നീയാണോ മുസ്ലിമായത്? അതെ. നീ എന്തിനാ മുസ്ലിമായത്? നമ്മുടെ മതത്തിൽ ദൈവം ഇല്ലായിരുന്നു തിരിച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ മതത്തിൽ ഏതാ സ്ഥിരതയുള്ള ദൈവം? എന്താ 3000 കോടി ദൈവങ്ങളുണ്ട്, ഏത് ദൈവത്തിനാണ് സ്ഥിരതയുള്ള? അങ്ങോട്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ദൈവന്മാര്, തമ്മളി വഴക്കുണ്ടാക്കുന്ന ദൈവന്മാര്, സ്ഥിരതയുള്ള ദൈവം ഏതാണെന്ന് ചോദിച്ചു. കാണുന്നതെല്ലാം ദൈവം. പിന്നെ ഇസ്ലാം മതത്തിൽ നീ കണ്ട ദൈവം, മുസ്ലിം മതത്തിൽ കണ്ട ദൈവം ആരാ പോലായിരിക്കുന്നത്? സാറേ അവിടാണ് നമുക്ക് തെറ്റുന്നത്. ഈ മഹാപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു രൂപം ഉണ്ടാക്കുക മനുഷ്യന് സാധ്യമേ അല്ല. അങ്ങനെ സാധിക്കുന്നത് എങ്ങനെയാണ്? ആ ദൈവത്തെക്കാണ് ഈ സൃഷ്ടികളെല്ലാം ഉണ്ട്. ആ ദൈവം നിരാശ്രയന ഒരു ആശ്രയവും വേണ്ട, എല്ലാം കാണുന്നതും കേൾക്കുന്ന ഏകനായ ഒരു തമ്പുരാനുണ്ട്. അതാണ് ദൈവം, അതാണ് ഈശ്വരൻ. ആ ഈശ്വരനെ നമ്മുടെ മതത്തെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പം നിന്റെ കാശെല്ലാം തീർന്നത് ചോദിച്ചു. അപ്പൊ ഈ പത്രക്കാരെഴുതി ലക്ഷക്കണക്കിന് രൂപ അകത്താണ് എന്നെ ഇങ്ങനെ ഇസ്ലാമത്തിൽ കൊണ്ടുപോയെന്ന് പത്രക്കാരെഴുതി. കാശെല്ലാം തീർന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് കാശാണെന്ന് ചോദിച്ചു. കുറെ കാശ് കിട്ടി വെച്ചു മുസ്ലിങ്ങൾ ചുമ്മാ ഇങ്ങനെ ആദിവാസിയൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നു, ഇസ്ലാം കളിയാക്കി വെച്ചു. സാർ അതാണ് തെറ്റിയത്. ആദിവാസി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേര് കൊടുത്തിരിക്കുന്ന, ആര് കൊടുത്തിരിക്കുന്ന അവർ മനുഷ്യരാണ്. അത് നമ്മൾ തിരിച്ചല്ല സാറെന്ന് പറഞ്ഞു. പറഞ്ഞു ഈ ഇസ്ലാം മതമേ അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്ത്യ ഭരിച്ചത് ബാബർ, അക്ബർ, ഹുമയൂൺ ഇവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. അന്നൊരു വിളംബരം നടത്തിയാൽ മതി എല്ലാം മുസ്ലിം ആകാൻ. ചെയ്തിട്ടില്ലല്ലോ. അന്ന് അവനവന്റെ ഭാഗത്ത് ഇഷ്ടാനുസരണം ജീവിക്കാനും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അന്ന് മുസ്ലിം ആക്കിയില്ല. ഇസ്ലാമത്തിൽ കാശ് കൊടുത്ത് ആളിനെ വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. അതൊരു സത്യമാണ്. അത് കണ്ടെത്തുന്നവർ അതിൽ ഉറച്ചു നിൽക്കും. അതിന് ചന്ത വിൽക്കുന്ന ഉള്ളി വിൽക്കുന്നവർ വിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു ഇസ്ലാം മതം. കാശ് കൊടുത്തു. എനിക്കറിയാം എന്റെ കാശ് പോയാൽ എനിക്കാരും കാശ് തന്നിട്ടില്ല, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ കാശിന് വേണ്ടി വില കൊണ്ടതുമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം കൊണ്ട് ചാടി ഇസ്ലാമായത്. ഞാൻ 10 വർഷം കഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമായെന്ന് പറഞ്ഞ്
അതിനകത്ത് പിന്തിരിക്കാൻ സാറിനെ കൊണ്ടല്ല, ലോകത്തിൽ അള്ളാഹു ഒഴിച്ചാൽ ആർക്കും സാധ്യമല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് പേടില്ല. അപ്പൊ ഞാൻ പോലീസുകാർ എതിർത്തുകൊണ്ട് അങ്ങോട്ട് ഇല്ലപ്പോൾ ഞാൻ ഇവിടുന്ന് വലിയ രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന അവർ വിചാരിച്ചത്. ഞാൻ ബിസ്മി പറഞ്ഞത് പഠിച്ച നമ്പരാനെ തോക്കത്താ അള്ളാഹു പറഞ്ഞത് ഞാൻ പോയി. അള്ളാഹു എനിക്ക് കൂട്ടുണ്ടായിരുന്നു. അവിടുന്ന് എന്നോട് പുള്ളി പറഞ്ഞു, SP പറഞ്ഞ് പൊക്കോ, നിങ്ങൾ ഇവിടെ എപ്പം പിടിച്ചാലും കാണണമെന്ന് പറഞ്ഞു. ശരി പോരാൻ തരത്തിൽ ഒരു പേപ്പർ എടുത്തെന്റെ തരത്ത് പറഞ്ഞ് നിങ്ങളൊന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. ഇനി ആരെ കോളനിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിപ്പിക്കാനാന്ന് നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ആവശ്യം എന്തുവാണ്? സത്യം പറഞ്ഞ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ നിർബന്ധ മതപരത്വം നിങ്ങൾക്ക് തന്നെ അകത്താക്കാം. ഇതെല്ലാം നിങ്ങൾ കണ്ടുപോലെ വിദ്യ. ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിട്ടില്ല. പിന്നെ ഒരു SI ഇങ്ങോട്ട് വന്നിട്ട് പോലീസുകാരോട് വന്ന് ഇസ്ലാമായവർ മുഴുവനും ചെല്ലാൻ പറഞ്ഞു. അടുത്ത സ്റ്റേഷനില് ഇവിടുന്ന് മുഴുവനും 10-15-30 പേര് പോയി പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിരന്ന് നിൽക്കുക. എന്നിട്ട് SI ഓരോരുത്തരോട് ചോദിക്കുക, നീ എന്തിനാണ് ഇസ്ലാമായത്? നീ എന്തിനാണ്? ഞാൻ ലാസ്റ്റാണ് നിന്നത്. എന്നെ അതിനോട് ചോദിച്ച് നീ എന്തിനാണ് ഇസ്ലാമായത്? ഇപ്പം വന്ന സൽമാനോട് ചോദിച്ചു നീ എന്താ ഇസ്ലാമായത്? ഞാനൊരു പുസ്തകം വായിച്ച്. നിനക്ക് വേറെ ഒരു പുസ്തകം വായിക്കാൻ കിട്ടിയില്ലടാ. അടുത്ത ചോദ്യമാണ്. ഒരു പുസ്തകം വായിക്കാൻ കിട്ടിയില്ലേ? അപ്പൊ ഞാൻ കഴിച്ചത് സാർ എന്താ അറിയേണ്ടത്? ഞാൻ എന്റെ സഹോദരങ്ങളാണ്, ഞാനാണ് ഇസ്ലാം സ്വീകരിച്ചത്. സാറിന് എന്താ അറിയേണ്ടത്? ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്റെ സഹോദരങ്ങളാണ്. എന്റെ ജീവിതം കണ്ട് അത് നന്മയാണെന്ന് തോന്നി അവരുടെ പറയാൻ പറഞ്ഞു. സാറിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവിടെ ഒരു വലിയ ആദിവാസി സമൂഹം ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് നീ അവരുടെ നേതാവല്ലായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ അല്ല ശംസെന്നാന്ന് പറഞ്ഞു. ഞാൻ അത് തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ പോലീസുകാരോടൊന്നും ഈ ലോകത്തൊന്നും ഒരു ആദിവാസി സംസാരിക്കുകയെന്ന്. ഈ ലോകത്ത് ഒരു ആദിവാസി ഒരു പോലീസുകാരോട് ഒരു ഫോറസ്റ്റുകാരനോട് ഒരു കാക്കിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കത്തില്ല. അത് സംസാരിക്കണമെങ്കിൽ അവന് പ്രപഞ്ചനാഥനുമായിട്ട് ബന്ധം ഉണ്ടാവണം, സത്യവുമായിട്ട് സത്യത്തിന്റെ പാതയിലെത്തണം. ആദിവാസികളുടെ നേതാവില്ലായിരുന്നു. നീ ഇങ്ങനെ പോയാ അവരെല്ലാം, ഞാൻ പറഞ്ഞ അവരൊക്കെ ഇസ്ലാം സത്യം അറിഞ്ഞ് വരുന്നവരെ സ്വീകരിക്കും, ആരെ നിർബന്ധിക്കലാന്ന് പറഞ്ഞു. പിന്നെ അവര് പോലീസ് ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ ഇവിടെ കടന്നു വന്ന ഓട്ടൻ പോലീസ് പുറകെ. ഇപ്പൊ ഞാൻ വരൂ എന്തിനാണെന്ന് അവരുടെ കാര്യം എന്തായിരുന്നു, ഇവിടെ എന്തെല്ലാം ഭയങ്കര അന്വേഷണം. ഇവിടെ എത്ര കൊലപാതകം പിടിച്ചുപറി ആത്മഹത്യയൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നത്. ഇതിനെല്ലാം ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യൻ സത്യത്തിൽ ജീവിക്കുന്നുണ്ടല്ലേ ഇതൊക്കുന്നത്? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ചുരുക്കി പറഞ്ഞാല് ഇസ്ലാം എന്ന പരിശുദ്ധ മതം രക്ഷയുടെ മാർഗം, പ്രപഞ്ചനാഥിനെ എത്താനുള്ള ഏക വഴി ഇസ്ലാം മാത്രമാണ് എന്റെ കണ്ടെത്തലുകൾ. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, എന്റെ കണ്ടെത്തലുകൾ. ഈ സത്യം മരണം വരെ ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. പേരെന്താണ്? എന്റെ പേര് അബ്ദുള്ള. നിങ്ങൾ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്? അതെ. ജ്യേഷ്ഠൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അതിന് ശേഷം പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ സന്ദേശം ഉൾക്കൊള്ളുന്നത്? എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഇസ്ലാം മതം സ്വീകരിച്ച് വന്നു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത്. അത് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നാണ്. കാരണം മൂപ്പര് ഞങ്ങളുടെ പഴയ ചരിത്രം പറയുകയാണെങ്കിൽ എന്റെ പഴയ പേര് രാമചന്ദ്രൻ, ഹൈന്ദവ മതവിശ്വാസിയായിരുന്നു. അത് കഴിഞ്ഞ് മതങ്ങളെപ്പറ്റിയും മൂത്ത ജ്യേഷ്ഠൻ പഠിക്കുകയും ആദ്യമേ ക്രിസ്തുമതം സ്വീകരിച്ചു. പുള്ളിയുടെ ഭവനം ഒരു മുറി തന്നെ ക്രിസ്തു ഭവനത്തിൽ അവരുടെ ഉപദേശിമാരെ കൊണ്ട് പ്രാർത്ഥനയായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ. അത് കഴിഞ്ഞ് മൂപ്പര് ഇങ്ങനെ പല മതങ്ങളെപ്പറ്റി പഠിച്ചാണ് ലാസ്റ്റാണ് ഇസ്ലാമിനെ പറ്റി പഠിച്ച് മൂപ്പരും കുടുംബവും ഇസ്ലാം മതം സ്വീകരിച്ച് പൊന്നാനി പോയി സ്വീകരിച്ചിട്ട് വന്നു കഴിഞ്ഞ് അതിനൊക്കെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയാണ് ഞാനും എന്റെ മരിച്ചുപോയ ബാപ്പായും. അങ്ങനെയൊന്ന് മൂപ്പരുടെ ജീവിതം, പിള്ളേരുടെ ജീവിതശൈലിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിച്ചത് നല്ലൊരു ജീവിതമാണെന്ന് തോന്നി ഞങ്ങൾ സ്വയമേ ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. ആരുടെയും പ്രേരണയോ ഒന്നും കൊണ്ട് വന്നതല്ല. ജ്യേഷ്ഠൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ക്രൈസ്തവ മതം സ്വീകരിച്ചിരുന്നു. ക്രൈസ്തവ വിശ്വാസിയായി 5 വർഷം ജീവിച്ചു എന്ന് പറയുന്നത്. അതുപ്രകാരം നിങ്ങളും ക്രൈസ്തവ മതത്തിലോട്ട് പോയിരുന്നു? ഇല്ല, പോയിരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് നിങ്ങൾ ഇസ്ലാം മതത്തിൽ കണ്ടത്? ഇസ്ലാം വിശ്വാസിയായി മാറാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇസ്ലാം മത വിശ്വാസിയായി മാറാൻ മുഖ്യ കാരണം ഇവിടെ ഒരു കോളനിയാണ്. കാരണം ഇവിടെ മദ്യപാനവും മയക്കുമരുന്നിന്റെ ഒരു കോട്ട തന്നെയായിരുന്നു ഇവിടെ. എല്ലാ ഭവനങ്ങളിലും മദ്യം ഉൽപ്പാദിച്ച് വിറ്റ് ജീവിക്കുന്നൊരു കാലയളവിലാണ് മൂപ്പര് ഇസ്ലാം മതത്തിലേക്ക് പോകുന്നത്. അപ്പം ഞാനും ഞങ്ങളുടെ കുടുംബം, ബാപ്പായും ജ്യേഷ്ഠന്മാരെല്ലാം ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. അപ്പം കുടുംബത്ത് സമാധാനമില്ല, എന്നും അടിയും വഴക്കും. പിന്നെ നാട്ടിലിറങ്ങിയാൽ അടിയും വഴക്ക്, വീട്ടിൽ വന്നാൽ ഭാര്യയും കുട്ടികളുമായിട്ട് വഴക്ക്. ഇങ്ങനെ അങ്ങ് ഒരു സ്വരമില്ലാത്ത ജീവിതമായിരുന്നു, കുടുംബത്തിൽ സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജ്യേഷ്ഠൻ ഇങ്ങനെ പോയൊരു മാറ്റം
പുള്ളിയിൽ നിന്ന് കണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ ഇസ്ലാമത്തിനെ പറ്റി ഞങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി, മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങി. അവര് 5 നേരം പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, വരുന്നു. മറ്റേ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവരുടെ ഏതൊരു വിശേഷ ദിവസത്തിനും ഏറ്റവും മുൻപന്തിയിൽ മദ്യമാണ് നിൽക്കുന്നത്. മദ്യം ഇല്ലാത്തൊരു വിശേഷം ഇല്ല അവരുടെ പരിപാടിക്ക്. ഇങ്ങനെ ഇത് കണ്ട് മടുത്താണ് ഞാനും എന്റെ 3 കുട്ടികളും ഭാര്യയും കൂടെ ജ്യേഷ്ഠനോട് പറഞ്ഞ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അതിലേക്ക് വരണമെന്ന് പറഞ്ഞു. അതിന്റെ തീരുമാനത്തോടെ ഞങ്ങൾ ജ്യേഷ്ഠൻ ഒരിക്കലും ഇല്ലില്ല, നിർബന്ധിച്ചിട്ടില്ല. കാരണം മൂപ്പര് വന്ന 1 വർഷം പുള്ളിയുടെ ജീവിത രീതി കണ്ട് വീട്ടിൽ നിസ്കരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ പറമ്പിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട് മൂപ്പര്. കാരണം അന്ന് ബാപ്പായൊന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പം പുള്ളിയുടെ ജീവിതത്തിലെ മാറ്റം പഴയ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ ഒരു രീതി കണ്ടാണ് ഞാനും ഇതിലേക്ക്. ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭൗതികപരമായ നേട്ടങ്ങളല്ല ഉണ്ടായത്, അല്ലല്ല, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഒരു വേള തിരിച്ചു പോയാലോ എന്നടക്കം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ഈ മതത്തിൽ പിടിച്ചു നിർത്തിയത് എന്താണ്? പിടിച്ചു നിർത്തിയത് കാരണം പടച്ചവനോടുള്ള പിന്നെ വിശ്വാസം. കാരണം പിടിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നരകക്കുഴിയിലേക്കാണ് വീണ്ടും പോകുന്നത്. നരകത്തിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. വീണ്ടും നമ്മൾ തിരിച്ചു പോയാൽ വീണ്ടും നരകത്തിലേക്ക് തന്നെ പോകുമല്ലോ എന്നൊരു ചിന്ത. ഇവിടെ അല്പം ബുദ്ധിമുട്ട് സഹിച്ചാലും ഇത് പരീക്ഷണമാണ് ഉൾക്കൊണ്ട്. ഇത് പടച്ചവനൊരു പരീക്ഷണമാണെന്ന് തന്നെ നമ്മളെ നല്ല വിശ്വസിച്ച് മുമ്പിലോട്ട് പോയി. ഇന്ന് അതിനൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടായി. പണം കൊടുത്തോ അല്ലെങ്കിൽ പ്രലോഭിച്ചോ നിർത്താൻ പറ്റില്ല. ആ നിലക്ക് പണം കൊടുത്ത് നിർത്താത്തത് കൊണ്ട് ഒരുപാട് പേർ തിരിച്ചു. പണം കൊടുത്തല്ല, അവരുടെ ജീവിതസാഹചര്യം പണത്തിന്റെ പേരിലല്ലാണ്, അവരുടെ ജീവിത ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ തിരിച്ചു പോയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ പട്ടിണിയാകുമ്പോഴേ ആഹാരത്തിന് വഴിയില്ല വരുമ്പോൾ, കാരണം ഈ മതത്തിലേക്ക് വന്നതിന്റെ പേരിൽ ആരും 1 രൂപ കൊടുത്ത് സഹായിക്കുകയില്ല. അന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തുലുക്കവേദിപ്പെട്ട തുലുക്കന്മാരോട് പോയി ചോദിക്കാനാണ് പറയുന്നത്. വേറെ ആരുടെയും സഹായം നിങ്ങൾ നിന്ന് പോയല്ലോ. അപ്പം നമ്മുടെ കുറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു, പോകുന്നുണ്ട്. കുറേയൊക്കെ അവർ സഹായിച്ചിരുന്നല്ല, കുറേയൊക്കെ സഹായിച്ച് എന്നും ഒരാളെ സഹായിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കുറെ പേര് തിരിച്ചുപോയി. പിന്നെ ഇപ്പം അതിനൊക്കെ കേൾക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ ഇവിടെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിൽ ചെന്നാൽ നമ്മൾ മറ്റേത് മതത്തിലേക്ക് പോയാലും ഒരു അകൽച്ച ഉണ്ടാകും. ഹിന്ദു മതത്തിലേക്ക് പോയാലും ക്രിസ്തു മതത്തിലേക്ക് പോയാലും, ക്രിസ്തു മതത്തിൽ പോയാലും പുതു ക്രിസ്ത്യാനി എന്നുള്ളൊരു ഇതുണ്ടാകും. ഹൈന്ദവ മതത്തിൽ പോയാൽ അവിടെ ജാതി തിരിവുണ്ട്, നായർ, ചോവൻ, ഇതൊരു ജാതി തിരിവുണ്ട്. അവിടെ ഏറ്റവും താഴെ ഇതിലേക്ക് പോകും. ഇവിടുന്ന് നമ്മൾ പരിവർത്തനം ചെയ്തവരെ മാറ്റി അകർത്തി നിർത്തുകയുള്ളൂ. അതിൽ നിന്ന് ആ മാറ്റം ഉണ്ടായി. ഞങ്ങൾ ഈരാറ്റുപേട്ട പോയിട്ട് അവിടുന്ന് ചെന്നൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് എനിക്കവർ സംവരണ സീറ്റിൽ തന്നെ നിന്ന് മത്സരിക്കാൻ അവരവസരം തന്നു. എന്റെ പഴയ പേര് വെച്ച് സംവരണ സീറ്റിൽ നിന്ന് ഞങ്ങൾ മത്സരിച്ച് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എനിക്കായിരുന്നു. അതായത് ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ഒരു യാതൊരു വിവേചനവും അവർ കാണിച്ചിട്ടില്ല. പുതുതായി വന്ന ആളാണ്, ഒന്നുമില്ല. അത് അന്നും ഇന്നും അവിടെ ഞാൻ ആ സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ചെങ്കിൽ പോലും അവിടെ മറ്റു മതസ്ഥരുണ്ട് മെമ്പർമാര്, അവർ പോലും എന്നെ ആ പഴയ പേര് ഉച്ചരിച്ച് വിളിച്ചിട്ടില്ല. അത് ആ പഴയ പേര് മറന്നുകൊണ്ട് അബ്ദുള്ള മെമ്പറും തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വിവേചനം നമ്മുടെ കമ്മിലും കാണിച്ചിട്ടില്ല, മറ്റുള്ളവരും കാണിച്ചിട്ടില്ല. മനുഷ്യൻ എന്ന ഒരു പരിഗണന അവിടെ വിവേചനമൊന്നും കാണിക്കത്തില്ല. ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവന്റെ ചുറ്റുപാടുകൾ അവനെ തിരിച്ച് അവന്റെ മതത്തിലേക്ക്, പഴയ മതത്തിലേക്ക് തന്നെ പിടിച്ചു വലിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം പുൽകുവാൻ അവനെ അനുവദിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അത്തരം വ്യവസ്ഥിതികളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം ആ വ്യവസ്ഥിതികൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ ആൾക്കാരെ ഈ സത്യങ്ങൾ എല്ലാവരിലും എത്തിക്കണം. കാരണം നമ്മളെപ്പോലെ ദുരിതം അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഇതിന്റെ സത്യങ്ങളൊക്കെ അവർക്ക് അറിയത്തില്ല. നമ്മളിതിന്റെ പ്രവർത്തനം ഇറങ്ങുമ്പോൾ ഇത്തരം മേഖലകളിൽ നമ്മുടെ ഈ സത്യങ്ങൾ അവർ ഇസ്ലാം മതത്തിലേക്ക് വരണവരുണ്ടാകുന്ന പടച്ചം കൊടുക്കുന്ന ഹിദായത്താണ്. നമ്മൾ ഈ സത്യങ്ങൾ അവരെ അറിയിക്കുക. ഈ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് ആൾക്കാരൊരു ഭീകരവാദികളായിട്ടാണ് കാണുന്നത്. കാരണം പത്രം എടുത്ത് നോക്കിയാലും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാണാൻ അവരെ എന്തൊരു ചെറിയ പ്രവൃത്തി ഉണ്ടെങ്കിലും വലുപ്പത്തിലെടുത്ത് കാണിക്കും. ആ ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ഇതുപോലുള്ള ഏരിയകളിലെ സമൂഹത്തിന്റെ മനസ്സിലിരിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവരെല്ലാം തീവ്രവാദികളാണെന്നുള്ള ചിന്തകളാണ്. അപ്പോൾ സമൂഹം ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ മാറാൻ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് നേരിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് തന്നെ ഇരുന്നു കൊണ്ട് സൗഹാർദ്ദത്തിൽ, സ്നേഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. അതാണ് അതിന്റെ സൊല്യൂഷൻ. അതാണ്. പേരെന്താണ്? എന്റെ പേര് സൽമാൻ. മുമ്പ് എന്തായിരുന്നു? മുമ്പ് എന്റെ പേര് ദാസ് എന്നായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ ചെയ്യുന്ന ജോലി? എന്താണ്?
ഞാൻ കൂലിപ്പണിയാണ്. ഓക്കെ. ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പം 18 വർഷത്തോളമായി. ജ്യേഷ്ഠന്മാർ സ്വീകരിച്ച ഉടനെ സ്വീകരിച്ചോ അതോ? അതിനൊക്കെ ശേഷമാണ്. ജ്യേഷ്ഠൻ സ്വീകരിച്ചൊരു 2 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞാണ്. 2 വർഷം പിന്നിട്ട് കഴിഞ്ഞാണ്. ഈ 2 വർഷത്തിലെടുക്ക് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാത്തത് കൊണ്ട് ജ്യേഷ്ഠന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അസഹിഷ്ണുതപരമായി അവർ പെരുമാറിയിട്ടുണ്ടോ? തെറ്റായ രീതിയിലുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ ഇവിടെ എപ്പോഴും പറയും, നീ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം, സ്നേഹത്തോടെ പറയും, നീ ഇതിനെ കുറിച്ച് പഠിക്കണമെന്നൊക്കെ ജ്യേഷ്ഠൻ കൂടെ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അതെന്റെ ഇളയ മോനെ യൂസഫ്, അതെന്റെ ഭാര്യയുടെ അച്ഛൻ ബാപ്പ അലി, എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചവരാണ്. അൽഹംദുലില്ലാ ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്. ഇവിടുത്തെ മതപരിവർത്തനത്തിന് ആരുടെയും ഒരു നിർബന്ധം ഉണ്ടായിട്ടില്ല. അത് ഈ കുടുംബപരമായ ജീവിതത്തിന്റെ വ്യത്യാസം വളരെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഇസ്ലാമികപരമായ കുടുംബജീവിതം എങ്ങനെയെന്നുള്ളത്. കാരണം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിച്ചു, അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ കുടുംബമായി ജീവിക്കുന്നു. അപ്പോൾ ഇസ്ലാമികപരമായ കുടുംബജീവിതത്തിന്റെ ഒരു ഗുണം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് കുടുംബപരമായ ജീവിതം എന്ന് പറയുന്നത് എന്റെയൊക്കെ വീട്ടില്, ഈ ഇസ്ലാം സ്വീകരിച്ച മിക്ക വീടുകളിലും സന്ധ്യാകുന്ന സമയത്ത് വീട്ടുനാഥൻ ഞാൻ ഉൾപ്പെടെ മദ്യപിച്ച് 4 കാല വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ ചായക്കുപ്പില്ല, കറിക്ക് മധുരമില്ല, അല്ലെങ്കിൽ തൊടുന്നും പിടിക്കെല്ലാം പിന്നെ അടിയായി പിടിയായി, കുട്ടികൾക്ക് നല്ലപോലെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. പിന്നെ എന്റെ ഓർമ്മയില് ഞങ്ങളിങ്ങനെ വൈകിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പായും ഉമ്മയും കൂടെ അടിയും പിടിയും ഉണ്ടാകുമ്പോൾ ചെതറിപ്പോയ ചോറുകൾ അവരുടെ കാൽപാദത്തിൽ നിന്ന് പറക്കി ഞങ്ങൾ കഴിച്ചിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ പിൻപറ്റിയത്. ഇതിനാകപ്പാടെ മാറ്റം ഉണ്ടായത് ക്രൈസ്തവ മതത്തിൽ പോയിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ക്രൈസ്തവ മതത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇന്നപോലെ ജീവിക്കണം, ഇത്ര മണിക്ക് എഴുന്നേക്കണം, ഇന്നപോലെ വസ്ത്രം ധരിക്കണം, ഭാര്യയോട് ഇന്ന ഇടപെടാവുള്ളൂ, ഭർത്താവിനോട് ഇന്ന ഇടപെടാവുള്ളൂ, പിതാവിനോട് ഇതൊന്നും ഇസ്ലാം ക്രൈസ്തവ മതത്തിൽ പഠിപ്പിക്കുന്നേ ഇല്ല. അവിടെ ആകപ്പാടെ നമുക്ക് വേണ്ടി യേശു മരണപ്പെട്ടു, നമുക്ക് വേണ്ടി രക്തം ചീന്തി. യേശുവിനോട് ചോദിക്കുക എന്താ നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്തൊരു വിശ്വാസ ആരാധനയാണ് എന്റെ അനുഭവത്തിൽ. മറ്റുള്ളവരുടെ അങ്ങനെ എനിക്കറിയില്ല. പക്ഷെ ഇസ്ലാമത്തിൽ വന്നതിന് ശേഷം അതല്ല. വീട്ടിലേക്ക് ഇന്ന് ഞാന് അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഭാര്യയും മക്കളോടൊന്നും അസ്സലാമു അലൈക്കും. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളിൽ ഉണ്ടാകത്തില്ല. അവർ വായിലേക്കും ഇസ്ലാം. ആ യാത്രയെ പോലും ഒരിക്കലും ഒരു സംഭവം എനിക്കുണ്ടായി. ഞാൻ ഇളയ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് രാത്രി മടങ്ങി പോരുന്ന സമയത്ത് ഭാര്യ എന്നോട് പറഞ്ഞ് ഭയങ്കര മഴയാണ്, ഇരുള് പൊട്ടുന്നുണ്ട്. ഞാൻ സലാം പറഞ്ഞ് ഭാര്യ സലാം മടക്കി. എന്നിട്ട് അവൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഒറ്റയ്ക്കാണ് പോകുന്നത്, എന്റെ ഭർത്താവിനെ കാക്കണമെന്ന്. ഇരുള് പൊട്ടിയിട്ട് പിന്നെ നമുക്ക് കാണാൻ ഭയങ്കര ഒരു കല്ല് ഉരുണ്ടു വരികയാണ്. രാത്രി സമയമാണ്. 1 ഇഞ്ചിനാണ് രക്ഷപ്പെട്ടത്. അവിടെ ഞാൻ അവിടെ രക്ഷപ്പെട്ടത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്റെ ഭാര്യ എനിക്ക് സലാം മടക്കി വന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ആ പ്രാർത്ഥനയാണ്. അത് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പം വിശ്വസിക്കുന്ന ഭാര്യയോട് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ എത്രയോ അപകടങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു. ഇനി ഒരു കടമാരമായിട്ട് മുന്നോട്ട് പോകുമ്പോ അള്ളാഹു തരും. 20ഓളം അല്ല 21 ഉണ്ട്. 20ഓളം കുടുംബങ്ങൾ ഇവിടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം സ്വീകരിക്കാത്ത കുടുംബങ്ങളും ഇവിടെയുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ബന്ധം എങ്ങനെയുള്ളതാണ്? അവർ നിലനിൽക്കുന്ന ബന്ധം ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അകൽച്ച. കാരണം ഇസ്ലാം സ്വീകരിച്ച കുടുംബങ്ങൾ മറ്റുള്ള കുടുംബങ്ങളിലെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല. അവരുടെ ആരാധനയുമായി അതാണ് പങ്കെടുക്കാറില്ല. പിന്നെ വിവാഹം, മരണം, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും. ഞാൻ എല്ലായിടത്തും പോകും, എല്ലാം സഹായവും ചെയ്യും. നമ്മൾ ഇസ്ലാം ആയതുകൊണ്ട് നമുക്ക് വേറെ മാറ്റം. നമ്മുടെ മനസ്സ് ആരും മതം മാറുന്നില്ല, മനസ്സല്ലേ മാറുക. മതം എങ്ങനെ മാറുക? മനസ്സല്ലേ മാറുന്നത്, വിശ്വാസമല്ലേ മാറുന്നത്. എന്നെ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടിക്കെന്ന് പറഞ്ഞാലോ ഞാനോ ഈ കുടുംബത്തിൽ ഒരാളെ അവർക്ക് എത്രയോ ശ്രമിച്ചു, പോലീസുകാർ എത്ര ശ്രമിച്ചു കണ്ടിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിനെ വിട്ട് പോവുകയില്ല. കാരണം ഞങ്ങൾ രക്ഷയുടെ വഴിയിലെത്തി. ഇനി
ശിക്ഷയുടെ വഴിയിലേക്ക് പോകുന്നില്ല. ഇതിന് ആരും പണം മുടക്കിട്ടില്ല. പിന്നെ പത്രം എഴുതി ഇവിടെ പണം ഒഴുക്കുക എന്നാണ് പറഞ്ഞത്. ഓരോരുത്തർ ഇവിടെ പണം തന്നു പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഇവിടെ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ വളരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തൊഴിലൊക്കെ ജീവിക്കുന്നവരാണ്. നിങ്ങളെപ്പോലെ ചില സഹോദരങ്ങൾ ചില സഹായങ്ങൾ വ്യക്തിപരം അത് മറുകൈ അറിയാതെ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പണം കൊടുത്തുള്ള അത് വന്നവർക്കാ, ആരും വരാൻ വേണ്ടി അങ്ങനൊന്നും പണമൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല. പിന്നെ പള്ളി വെച്ചത്, പള്ളി ഇവിടെ വെക്കണമെന്ന് പടച്ചതമ്പുരാൻ തീരുമാനിച്ചു. ഈ മലപ്പുറം മഞ്ചേരി പിന്നെ എരുമേലി ജാഥ ഈ മുസ്ലിങ്ങളാണ് എവിടെ കൊണ്ട് അവരുടെയൊക്കെ അധ്വാനത്തിന്റെ പരമാ പള്ളി അല്ല നമ്മൾ പള്ളി വെച്ച് തന്നു. ഒരു വീട്ടിൽ തന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും താമസിക്കുന്ന അവസ്ഥയുണ്ടോ? ഉണ്ട്, ഈ ഗ്രാമത്തിലുണ്ട്. ഒരു വീട്ടിൽ തന്നെ അച്ഛൻ ഇപ്പൊ ഞങ്ങൾ 11 മക്കളാണ്. 6 പെണ്ണും 5 ആണും. ഞങ്ങള് 3 പെണ്ണും 4 ആണുമാണ്, 3 ആണുമാണ് ഇസ്ലാം സ്വീകരിച്ചത്. ബാക്കി 4 പെണ്ണും ബാക്കിയുള്ളവർ പുറത്തു നിൽക്കുകയാണ്. അത് അവരുടെ വിശ്വാസം അനുസരിച്ച് പോവാം. എല്ലാ കാര്യങ്ങളും ഞങ്ങളിപ്പോൾ എല്ലാം ഒന്നിച്ചു പോകും. അവരോട് മറ്റൊരു വെറുപ്പിന്റെ സമീപനവും ഒന്നുമില്ല. അവർക്കൊരു വെറുപ്പിന്റെ അവർക്കൊരു അകലച്ചുണ്ട്. അവർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അകലച്ചുണ്ട്. ഏത് അവർക്ക് ഇങ്ങോട്ടൊരു എന്താ ചില കാര്യങ്ങളിൽ അടുത്ത് വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇവിടെ യാതൊരു ഒരു പ്രശ്നവുമില്ല. എല്ലാവരും സഹോദരങ്ങളൊക്കെ ഒന്നിച്ച് കഴിയുന്നു, ഒന്നിച്ച് ജീവിച്ചു പോകുന്നു, പരസ്പരം ഇടപാടുകൾ നടത്തുന്നു, സഹായങ്ങൾ അങ്ങോട്ട് എന്നൊരു കുഴപ്പമില്ല. അത് കുടുംബക്കാരായാലും മറ്റുള്ളവരായാലും ബന്ധങ്ങൾക്കൊന്നും യാതൊരു ഇത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ലല്ലോ. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കുടുംബബന്ധം തകർക്കണമെന്നോ സമൂഹ ബന്ധം തകർക്കണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ. ഇവിടെ നോമ്പോറൊക്കെ ഇവിടെ നോമ്പോറൊക്കെ ഇവിടെ കൂടുതൽ വരുന്ന മുസ്ലിം അല്ലാത്തവരല്ലേ വരുന്നത്. അവരവിടെ വിളമ്പ് പോലും ചിലപ്പോൾ ചെയ്യുന്നത്, ചില ചെയ്യുന്നത്. അങ്ങനെയുള്ള വിവേചനം വ്യത്യാസമൊന്നും ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അതിനകത്തുള്ള മാറ്റം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇസ്ലാമായവരുടെ വസ്ത്രധാരണം, ജീവിതത്തിന്റെ പശ്ചാത്തലം, ചുറ്റുപാടുകൾ, ദൈവിക ആരാധന, ഭക്ഷണം കഴിക്കൽ, ഉറക്ക ഉണർവ്, പിന്നെ ദിനചര്യകൾ, ഇതിനൊക്കെ ഒരു കൃത്യനിഷ്ഠ വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുള്ള മാറ്റം, വിശ്വാസം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. പറഞ്ഞില്ല, ഈ വന്ന കുടുംബങ്ങൾ മുഴുവൻ മദ്യം കച്ചവടക്കാരുമാണല്ലോ. അത്രയും പേര് തന്നെ ഇസ്ലാം സത്യത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ അത്രയും അരാജകത്വം കുറഞ്ഞില്ലേ? തിന്മകളെല്ലാം ഒഴിഞ്ഞുപോയി, തിന്മകളെല്ലാം നിർത്തി ഏറ്റവും വലിയ നന്മയിലേക്ക് നിങ്ങൾ വന്നു. ഈ 20 കുടുംബത്തിലും ഒരു കാലഘട്ടം നിങ്ങൾ പടം നോക്കുക. ഇവിടെ 8 സ്ത്രീകളെ ചുട്ടുകൊന്നു. ഈ ഗ്രാമത്തിലെ മദ്യത്തിന്റെ ഇവിടെ 60 വർഷമായിട്ട് ഇവിടെ ഭയങ്കര വ്യാജവാറ്റായിരുന്നു. എന്റെ വാപ്പായ്ക്ക് വാറ്റ്, ഇസ്ലാം സ്വീകരിച്ച അനിയന് വാറ്റ്, എന്റെ സഹോദരൻ ഹോൾസെയിൽ വിൽപ്പന. മുമ്പ് ഇസ്ലാം സ്വീകരിച്ച മുഴുവൻ കുടുംബങ്ങളിലും വ്യാജവാറ്റും അരാജകത്വമായിരുന്നു. കോളനി അട്ടഹാസവും നിലവിളിയില്ലാത്ത ഒറ്റ ദിവസം പോലുമില്ല. 6 സ്ത്രീകളെ ചുട്ടുകൊന്നു, 3 പുരുഷന്മാരെ കുത്തിക്കൊന്ന്, 6 പേര് തൂങ്ങി മതി. എന്റെ പിക്ചറായത്, ഞാൻ വരച്ചതായതൊക്കെ. ഇതൊരു അത്രമല്ലേ. ഇവിടെ ഇസ്ലാം വന്നതിന് ശേഷം ഞാനൊരു വ്യക്തി ഇതിനെതിരെ പ്രതികരിച്ച് 2010 ശേഷം 2002 ശേഷം ഒരു തുള്ളി മദ്യം ഈ കോളനിയിലില്ല. ഈ സമൂഹം മുഴുവൻ പറയുന്നു ഇസ്ലാമാണ് ഈ കോളനിയെ രക്ഷിച്ചത്. ഇവിടുത്തെ ഇസ്ലാമിനെ എതിർക്കുന്നവരും ശത്രുക്കളും പറയുന്നു. ഈ ഗ്രാമത്തിലെ ഗ്രാമനിവാസികൾ പറയുന്നു ഇവിടെ ഒരു ദിവസം വാങ്ക് വിളിച്ചില്ലേ അവർ ചോദിക്കും, എന്താ നിങ്ങളുടെ വാങ്ക് വിളിക്കാതെ? മൈക്കിന് കേട് വന്നാൽ ഉടനെ ഞങ്ങൾക്ക് മറ്റുള്ളവർ ചോദിക്കുന്നത് ഇവിടെ നിന്നാ വാങ്ക് വിളിച്ചില്ല. ഈ സത്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. ഇതിന് ഒരുപാട് നിങ്ങൾ 20 കുടുംബങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഗുണം യഥാർത്ഥത്തിൽ ഈ ഗ്രാമം മൊത്തം അനുഭവിക്കുന്നു. ഈ ഗ്രാമം മൊത്തം അനുഭവിക്കുകയാണ്. അതല്ല, ഈ ഗ്രാമവാസികൾ ചോദിക്കട്ടെ, ഇവിടുത്തെ 60 വർഷം പഴക്കമുള്ള വ്യാജമദ്യം, ഇത്ര സ്ത്രീകളെ കൊല ചെയ്ത, ഇത്ര കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ലാത്ത, പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വീർപ്പ് മുട്ടിയ, എങ്ങോട്ട് ജീവിതം എന്ന് ചിന്തിച്ച ഈ ഗ്രാമത്തിൽ സമാധാനം എവിടുന്ന് വന്നു എന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയട്ടെ. ആര് കൊണ്ടുവന്നു? ഇസ്ലാം കൊണ്ടുവന്നു. അത് ഞാൻ പറയണ്ട. അവിടുത്തെ മറ്റുള്ള പിന്നെ വിശ്വാസികൾ പറഞ്ഞോളൂ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന അവർ പറഞ്ഞോളൂ. അവർ പറയുമല്ലോ ഇവിടെ ഇസ്ലാം വന്നതിന് ശേഷമാണ്. അതുകൊണ്ടല്ലേ ഇവിടെ പള്ളിയിൽ ഒരു വാങ്ക് വിളിച്ചില്ല മറ്റുള്ളവർ ചോദിക്കപ്പെടുന്നത്, എന്തുകൊണ്ട് പള്ളി വാങ്ക് വിളിക്കുന്നില്ല എന്ന്. പക്ഷെ ഈ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ സത്യത്തിലേക്ക് അധികം പേര് പോകാൻ പാടില്ല. പോയാൽ അവൻ സത്യത്തിന്റെ പാതയിൽ നിൽക്കും. എന്നെ ചൂഷണം ചെയ്യണേ ഞാൻ എന്നും അടിമയായിട്ടിരിക്കണം. സർക്കാർ പോലും എന്താ ഇവിടെ പോലീസിനെ ഇവിടെ ഒരു പള്ളി വെച്ചത് പോലീസ് പൊളിക്കാൻ, പോലീസ് ഇവിടെ കാവലിടുക, പോലീസ് പള്ളി പൊളിക്കാൻ വരിക, അവിടെ നിർബന്ധിച്ച് ഒരുപാട് ശ്രമം അവർ കുറച്ചുകൂടെ തിരിച്ചും കൊണ്ടുപോയല്ല, നിർബന്ധിച്ച് തിരിച്ചും കൊണ്ടുപോയി. മറ്റുള്ളവരെ പേടിച്ച് അടി. എന്റെ മാപ്പായ്ക്ക് 80 വയസ്സുണ്ട്. എന്റെ മാപ്പായ്ക്ക് 80-90. 80-ാമത്തെ വയസ്സിൽ ഇവിടുത്തെ സത്യനിഷേധികൾ
എന്റെ വാപ്പായ അടിച്ച് പല്ല് വഴി കളഞ്ഞ് നട്ടല് രണ്ടായിട്ട് വിട്ടുപോയി. മരിച്ചിട്ട് 4 മാസമേ ഉള്ളൂ. നട്ടല് വിട്ടാ അന്നിരുന്നത്. വാപ്പ എന്ത് ചെയ്തിട്ടാണ്? മദ്യം കളഞ്ഞ്, മദ്യം ഉൽപാദനം കഴിഞ്ഞ്, വിൽപ്പന കഴിഞ്ഞ്. അപ്പൊ ഈ വാപ്പായെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും രാവിലെ വൈകിട്ട് കുടിക്കാൻ. വാപ്പ വിൽപ്പനക്കാരനാണല്ലോ. എന്തിന്റെ പേരിലാണ് വാപ്പ ചെയ്തത്? വാപ്പ മദ്യം കളഞ്ഞ്, മദ്യം തിന്മകളും ഉപേക്ഷിച്ച് തമ്പുരാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. ഈ ഏറ്റവും വലിയ നന്മ, എല്ലാത്തിനുമുപരി സൃഷ്ടാവായ നാഥനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് സ്വീകരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തിന്മയായി ജനങ്ങൾ കാണുന്നു, അതിനെതിരെ പ്രതികരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതാണോ സംഭവിക്കുന്നത്? അതാണ് സംഭവിക്കുന്നത്. അതിന്റെ ഒരു ഉത്തരം എനിക്ക് കേട്ടിട്ടില്ല. എന്തുകൊണ്ട് ഈ ഇസ്ലാമിനെ ജനങ്ങൾ എതിർക്കുന്നത്? എന്തുകൊണ്ട് ഒരാൾ ഇസ്ലാം വരുമ്പോൾ അവിടെ ജനങ്ങളെ തടയുന്നത്? അതിന്റെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ചതാണ്. ഒറ്റ കാര്യമാണ് കണ്ടുപിടിച്ചത്. നാളെ ഇന്ന് എന്റെ മക്കളോട് എന്റെ മക്കളോട് കാരണം എന്റെ ഭാര്യ എന്റെ മകളും ഒക്കെ ഇവിടെ വസ്ത്രം ധരിച്ചു കിടക്കുന്ന കണ്ടാല് എന്താണ് അവരുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ പുറത്തായിക്കൊണ്ടാണ് നടക്കുന്നത്. ഇത് കാണുന്നു ആശ്വസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇന്ന് എന്റെ ഭാര്യയും മോളും പോയാൽ തിരിച്ചറിയത്തില്ല ആരാ പോകുന്ന ആരാണെന്ന്. ഭാര്യയാണോ പോകുന്ന മോളാണോ പോകുന്നത് തിരിച്ചറിയത്തില്ല. പർദ്ദയിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇത് സഹിക്കുക. ഇവിടുത്തെ ഒരു വീട്ടിലെ ഒരു പെണ്ണ്, അതിസുന്ദരിയായ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയ ശേഷം അതിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച സ്ഥലമാണ്. ഏത് നല്ല സുന്ദരിയാണ് ആദിവാസി പെണ്ണ്. അവർക്കുള്ള അയോഗ്യത ആദിവാസിന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു അയോഗ്യതയില്ല. ആർക്കും വേണേലും അവരുടെ അച്ഛനും അമ്മയൊക്കെ വളരെ പാവപ്പെട്ടവരാണ്. ഇന്ന് ആ പെണ്ണ് വലിയ പോയാൽ അടുത്ത് തിരിഞ്ഞു നോക്കില്ല. കാരണം മക്കളായിട്ട് മറച്ചു നടക്കുന്നത്. ഇത് അവർക്ക് സാധിക്കുമോ? അവസരങ്ങൾ നഷ്ടപ്പെടുകയല്ലേ എന്ന്. ആ പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ കണ്ട് ആശ്വസിക്കാനും ആ ദുർവിയോഗം ചെയ്യാനും ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇതാർക്കും സാധിക്കത്തില്ല. ഇപ്പൊ ഒരു 60 വയസ്സുള്ള പെണ്ണ് പോയാൽ 12 വയസ്സുള്ള പെണ്ണ് പോയാൽ തിരിച്ചറിയാൻ പെണ്ണിന്റെ പ്രായം തിരിച്ചറിയത്തില്ല. കാരണം അവള് അന്യപുരുഷനോട് നോക്കരുത്, അന്യപുരുഷനോട് യാത്ര ചെയ്യരുത്. ഇതൊക്കെ ഏത് മതത്തിലാണ് പഠിപ്പിക്കുന്നത്? കുറുമ്പൻമൊഴി എന്ന ഈ ഗ്രാമത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്റെ പേര് ജോജൻ. കുടുംബം ഭാര്യ, 2 മക്കള്, അച്ഛനെ, അമ്മ. ഞങ്ങളോട് താമസിക്കുന്ന സഹോദരങ്ങളൊക്കെ തൊട്ടടുത്തടുത്ത് താമസിക്കുന്നു. ഓക്കെ. നിങ്ങൾ മുസ്ലിം ആയിട്ടില്ല? ഇല്ല. നിങ്ങളെ മുസ്ലിം ആവാൻ ഒരാൾ നിർബന്ധിക്കുകയും ചെയ്തിട്ടില്ല? ഇല്ല. ഓക്കെ. ഈ നാട്ടിന്റെ ഒരു ചിത്രം എങ്ങനെയാണ്? എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ഈ പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവരെല്ലാം വളരെ സന്തോഷത്തോടും സാഹചര്യത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു ഏരിയ. ഇവിടെ മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ജാതിമത സംഘടനയോ രാഷ്ട്രീയമായിട്ടോ ഒന്നും ഒരു പ്രശ്നമില്ലാത്തൊരു ഏരിയ. മതപരമായിട്ടുള്ള യാതൊരു സ്പർദ്ധയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നിലവിലില്ല. പ്രശ്നമുള്ള ഒരു ഏരിയ അല്ല. നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും കൂടുന്നത്. ഇവരടക്കം കുറച്ചു കുടുംബങ്ങൾ, 20ഓളം കുടുംബങ്ങൾ ഇസ്ലാം സ്വീകരിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ. അത് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അവരുടെ ഭാഗത്തുനിന്ന് തെറ്റായ രീതിയിലുള്ള വല്ല പെരുമാറ്റമോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്ന പെരുമാറ്റമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഒരു 19 വർഷമാണ് എനിക്ക് തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരിവിടുന്ന് കുറച്ച് പിന്നോട്ട് വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ച് അതിൻ്റെ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. പണ്ടത്തെ അവരുടെ ഒരു ജീവിത ചരിത്രം വെച്ച് ഒരു പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായൊരു ജീവിത രീതി ഇപ്പോൾ നയിക്കുന്നത്. പണ്ട് ഞങ്ങളുടെ ഈ ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കള്ളവാറ്റിൻ്റെ ഒരു പ്രധാന മേഖലയാണ്. പണ്ട് അത് ഒരു 10-20 വർഷത്തിന് മുമ്പ്. അപ്പം അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അവരുടെ ജീവിത രീതി തന്നെ മാറി. വളരെ എന്താ പറയുക, അവരുടെ പഴയ ഒരു ജീവിത സാഹചര്യത്തിൽ അവരിപ്പം പോകുന്നത്. പഴയ അവരുടെ ജോലി തന്നെ എന്തായിരുന്നു? കള്ളവാറ്റുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്നൊക്കെ മാറി ഇപ്പൊ നല്ലൊരു സ്റ്റാൻഡേർഡിലേക്ക് മാറി കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രദേശത്തിനും അതിന്റെതായ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്ന് പറയാം. കുറച്ച് ഗുണങ്ങൾ, അതായത് അവർ ആ തിന്മ നിർത്തുകയും മറിച്ച് അവർ നാട്ടിലേക്ക് നന്മ കൊണ്ടുവരികയും ചെയ്തപ്പോൾ മൊത്തത്തിൽ അതൊരു നന്മയായി എന്ന് അതിനെ നമുക്ക് പറയാം. ഈ അന്തരീക്ഷത്തിന് ഒരു ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള ഒരു സ്പർദ്ധയോ കാര്യങ്ങളോ ഒന്നും ഈ നാട്ടിലില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവരിപ്പം ഇസ്ലാം സ്വീകരിച്ചെന്ന് പറഞ്ഞ് അവരുടെ ഭാഗത്തുനിന്ന് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരിവിടെ ഇങ്ങനെ വരുന്നുണ്ട് മറ്റോ വെള്ളി നാൾ വന്നോ അങ്ങനെയുള്ളൊരു ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും. ഒരു കുടുംബത്തിൽ തന്നെ, ഒരു വീട്ടിൽ തന്നെ, ഒരു പക്ഷേ ഈ ഗ്രാമത്തിൽ ഒരു വീട്ടിൽ തന്നെ മുസ്ലിമും അമുസ്ലിമും ഉള്ള കുടുംബങ്ങളുണ്ടാവും, വീടുകളുണ്ടാവാം. അവിടെയും ഇത്തരത്തിൽ ഒരു യാതൊരു പ്രശ്നവുമില്ലാതെ അച്ഛൻ അമ്മ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട്, അച്ഛൻ മകൻ ആ ബന്ധം ശക്തമായി തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതെ, അങ്ങനെ ഇവിടെ കണ്ടുവരുന്നത് നമ്മുടെ എന്റെ സുഹൃത്തുക്കളൊക്കെ പല ആൾക്കാരും ഉണ്ട്. അവരുടെ വീട്ടില് ചിലപ്പം നമ്മുടെ സുഹൃത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കളെ സ്വീകരിച്ചിട്ടില്ല. അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. അവര് അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പൊ ഒരാൾ ഹൈന്ദവ മതവിശ്വാസ പ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ അത് അയാളുടെ വിശ്വാസമാണ്, അയാളുടെ സ്വാതന്ത്ര്യവുമാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അതിൽ കൈകടത്താൻ യാതൊരാൾക്കും അവകാശം. അതുപോലെ തന്നെ ഇസ്ലാം സ്വീകരണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരാൾ ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോൾ വീട്ടിലും സമൂഹത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അയാൾക്ക് ഈ മതം മാറ്റം തന്നെ ഒരു വലിയ പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. അപ്പോ ഇങ്ങനെ ഇല്ലാതിരിക്കാൻ ഈ ഗ്രാമത്തെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇല്ലാതിരിക്കാൻ എന്തു വേണമെന്നാണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് സമൂഹത്തോടുള്ള നിങ്ങളുടെ ഉപദേശം? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ ആർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിന്റെ കൂടെ പോകാനും അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ഇസ്ലാം മതം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ മതത്തെക്കുറിച്ച് പഠിക്കുവാനും അതിനെക്കുറിച്ച് അതിനുള്ളിലേക്ക് കടന്നു ചെല്ലുവാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിനുശേഷം നമ്മൾ അത് സ്വീകരിക്കുന്നുണ്ട് ഒരു തെറ്റെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. നേരെ മറിച്ച് തിരിച്ചും അങ്ങനെ ആകാം, അങ്ങനെ ആയിട്ടുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അത് കാരണം നമ്മുടെ ഈ രാജ്യത്ത് അവനവൻ സ്വന്തമായിട്ടൊരു മതം സ്വീകരിക്കാനും അതിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഈ നാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരൊക്കെ പോയി ഇങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വളരെ അവരുടെ ആ പഴയ രീതികൾ അതെല്ലാം മാറി നല്ലൊരു പ്രവർത്തനത്തിൽ വന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്നെ സംബന്ധിച്ച് ഇതിനെ എതിർത്ത് പറയാനുള്ളൊരു സാഹചര്യം ഇല്ല. താങ്ക് യു ഞങ്ങളുടെ കൂടെ സഹകരിച്ചത്. സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സമൂഹത്തോടോ ഇസ്ലാം എന്ന ആ പരിശുദ്ധിയിലേക്ക് ജനങ്ങൾ മനസ്സാലെ വന്നാൽ അവരെ തടയരുത്, പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും തടയരുത്. സ്വന്തം മനസ്സാൽ വരുന്നവർ അതത് കണ്ടെത്തി അതിൽ ഉറച്ചു നിന്ന് അതിന്റെ സുഖവും സൗഭാഗ്യവും അനുഭവിക്കട്ടെ. ഇസ്ലാം സത്യമാണെന്നുള്ള ബോധ്യം ലോകത്തിന് വരുത്തി കൊടുക്കണം. ഇസ്ലാമാണ് സത്യം, ആ ബോധ്യം അതിന് ഉത്തരവാദിത്വം മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം. അത് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം, അവരുടെ പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടെ പിന്നെ മുസ്ലിങ്ങൾ എത്ര പേരാ വന്നത്? മാലിക് ദിനാറും കൂട്ടർ 6 പേരല്ലേ വന്നത്. ഇന്നിപ്പോ എത്ര ശതമാനമാണ്? 30% ഇതൊന്നും പെറ്റുപരിക്കുന്നതല്ലല്ലോ. പ്രബോധനം തന്നെയാണ് ഇതിന്റെ ഒരു പരിഹാരം എന്നാണ്. പ്രബോധനമാണ് ഒരു പരിഹാര മാർഗം. ഇവിടെ അമുസ്ലിമായ അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് മുസ്ലിമായ മകന് കൊണ്ടുകൊടുക്കുകയും അത് കഴിക്കുകയും അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ അവർ ഒരു വീട്ടിൽ തന്നെ സൗഹാർദ്ദത്തിൽ കഴിയുന്നു. സൗഹാർദ്ദത്തിന് അവരുടെ മതം ഒരു തടസ്സമല്ല, ഒരു തടസ്സവുമല്ല. എന്നാൽ ആരാധനകളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുന്നത്. ഇവിടെ എന്റെ സ്വന്തം പെങ്ങള്, അവൾ പെങ്ങളും മക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്റെ പെങ്ങളെ മകളും ഭർത്താവും മക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നാ എന്റെ പെങ്ങളും അളിയനും ഇസ്ലാം സ്വീകരിച്ചവരുമാണ്. അവരൊന്നിച്ചാണ് താമസിക്കുന്നത്. അവിടെ യാതൊരു വിവേചനവും ഇല്ല. അവിടെ നീ മുസ്ലിം ആണോന്നോ, ഒരു വീട്ടിലാണ് ഒന്നിച്ചാ കിടക്കുന്നത്, ഒന്നിച്ചാ സഹകരിച്ച് നടക്കുന്നത്. എന്റെ മക്കളോടൊപ്പം അവരെല്ലാം നടക്കുന്നത്. യാതൊരു വിവേചനവും കാണിക്കുന്നില്ല, കാണിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പിന്നെ ചില കാര്യങ്ങൾ വിട്ടു നിൽക്കുന്നത് അവരുടെ ആരാധന കർമ്മങ്ങൾ വരുമ്പോൾ അവർ ചെയ്യട്ടെ എന്നുള്ളതാണ്. മറ്റ് ഒന്നുമില്ല. മറ്റൊക്കെ അത് വെറുതെ ഒരു കുപ്രചരണം നടത്തുന്നത്. ഇവരെ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ അങ്ങോട്ട് പിന്നെ മിണ്ടുകല പറയുന്നതൊക്കെ വേറൊരു ഇതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തോട് ഗ്രാമങ്ങളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കണം, സത്യത്തിന്റെ സന്ദേശം എത്തിക്കണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ 20 കുടുംബത്തിലെ
അരാജകത്വവും അന്ധകാരവും മദ്യവിൽപ്പനയും മദ്യവും അതെല്ലാം കളഞ്ഞ് ഞങ്ങളുടെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലേ, സ്വസ്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നില്ലേ? ഇതിന് മാർഗദർശനം എവിടെ? ക്രിസ്തു മതത്തിൽ ഞങ്ങൾ പോയതല്ലേ, ഹൈന്ദവ മതമായിട്ട് ജീവിച്ചതില്ല. ഇവിടെ ഒന്നും ഞങ്ങൾക്ക് കിട്ടാത്ത ബാക്കി ഇസ്ലാം മതത്തിൽ നിന്ന് ഒരു മുസ്ലിങ്ങളെ കൊണ്ട് തന്നതല്ലല്ലോ. ആ മതത്തിന്റെ ചട്ടക്കൂടാണത്. അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. ഇന്ന് ഏതൊരു മതത്തിൽ പഠിക്കുന്നുണ്ട്, ഇന്നൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന വേറൊരു മതം ഈ ലോകത്തുണ്ടോ? അത് തന്നെ ഇത് സ്രഷ്ടാവിൽ നിന്നുള്ള മതമാണെന്നതിന്റെ അത് തന്നെ ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. ആരും ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള മതങ്ങൾക്കൊക്കെ ഒരു സ്ഥാപകന്മാരുണ്ട്. എന്റെ പഠനത്തേക്ക് മനസ്സിലാക്കിയത് കാണും. ഒരു സ്ഥാപകന്മാരുണ്ട്, അവർക്കിഷ്ടമുള്ളതാണ് നിയമങ്ങൾ. ഇത് പ്രപഞ്ചനാഥനായ ഈശ്വരന്റെ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്.